നമ്മളിന്ന് നമ്മൾ പോയിൻ്റ് ഗ്രൂപ്പിംഗ് അക്യുപഞ്ചറിൽ കുറേ ഗ്രൂപ്പിങ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഉള്ള ഗ്രൂപ്പിങ്സിൽ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഇൻഫ്ലുവൻഷ്യൽ പോയിൻറ്റ്സ് എന്ന് പറയും. എക്സാമ്പിൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫ്ലുവൻഷ്യൽ പോയിൻറ്റ്സിന് കുറേ ഡെഫിനിഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ സ്പെസിഫിക് ആയിട്ട് ഇന്ന പോയിൻ്റ് ഇന്നതിന് നല്ലതാണെന്ന് പറയുന്ന സമയത്ത് നമ്മൾ ബാക്കി നീഡിൽസ് ഉപയോഗിക്കുന്ന സമയത്ത്, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളൊരു ഇൻ്റർവ്യൂവിന് പോകുന്നു, നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ളൊരു കുട്ടിയാണ്. ഓക്കെ, ആ കുട്ടിക്ക് എന്നിട്ട് സഫീഷ്യൻ്റ് ആയിട്ട് ക്വാളിഫിക്കേഷൻ എല്ലാം ഉണ്ട്. എന്നിരുന്നാലും ഒരു ഇൻഫ്ലുവൻസ് ആരെങ്കിലും നമുക്ക് ചെയ്യുമ്പോൾ ഒരു ലെറ്റർ നമുക്ക് ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ ആ ഒരു മറ്റേ ഇൻ്റർവ്യൂ ബോർഡിനോട് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിൽ ഒരു സപ്പോർട്ട് ആരെങ്കിലും ഓറലിയോ അല്ലെങ്കിൽ ഒരു റിട്ടേൺ ആയിട്ടോ കിട്ടുന്ന സമയത്ത് നമുക്കതിനൊരു കൂടുതൽ എന്താ പറയുക സാധ്യതയുണ്ട് അല്ലേ. സോ അങ്ങനെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ചില പ്രത്യേക കാര്യങ്ങൾക്ക് ചില പോയിൻറ്റ്സുകൾ നമ്മൾ അതിൻ്റെ ഒപ്പം ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് വളരെയേറെ എഫക്റ്റ് കിട്ടുന്ന പോയിൻ്റാണ്. എങ്ങനെയാണോ നമ്മളൊരു ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അതേമാതിരി നമ്മുടെ ബോഡിയിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റാവുന്ന ചില പോയിന്റുകളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഗ്രൂപ്പിങ്ങിൽ പറയുന്നത്. എപ്പാർട്ട് ഫ്രം ദെയർ അതർ എഫക്ട്സ്, സാധാരണ നമ്മൾ ഓരോ പോയിന്റിനും ഓരോ ഇൻഡിക്കേഷൻസ് പൊതുവെ പറയും, അതല്ലെങ്കിൽ അതിൻ്റെ ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ പഠിച്ചു വരുമ്പോൾ ഒരു പോയിന്റ് പഠിക്കുന്ന സമയത്ത് ഇൻഡിക്കേഷൻസ് മാത്രമാണ് നമ്മൾ പഠിക്കുക. ഓക്കെ, അത് കൂടാതെ ആ പോയിന്റിനൊരു ഫംഗ്ഷൻ കൂടെയുണ്ട്. ക്ലിയർ ദ ഹീറ്റ്, മൂവ്സ് ദ ചീ, അല്ലെങ്കിൽ ടോണിഫൈസ് ദ ഓർഗൺ, അങ്ങനെ പറയുന്ന ഫങ്ഷനാലിറ്റി ഉണ്ട്. ആ ഫങ്ഷനാലിറ്റിക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട്. അപ്പോൾ നമ്മൾ ഇനി പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇത്രയും ദിവസം നമ്മൾ പോയിന്റ്സ് ഒക്കെ പഠിച്ചു. ആ പോയിന്റിൻ്റെ പൊതുവായിട്ടുള്ള ഇൻഡിക്കേഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അതുമാത്രം പോരാ, ആ പോയിന്റ്സിൻ്റെ ഫങ്ഷനാലിറ്റിയും കൂടെ നമ്മൾ പഠിക്കണം. അങ്ങനെ പഠിക്കുന്ന സമയത്ത് നമുക്ക് വന്നിട്ട് ഇങ്ങനെ ഓരോ പോയിന്റിൻ്റെയും ഇൻഡിക്കേഷൻസ് ഒന്നും ഓർത്ത് വെക്കേണ്ട ആവശ്യമില്ല. ഡയഗ്നോസിസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ വ്യക്തിയിൽ ഇന്നാണോ യാങ് ആണോ ഡിഫറൻസ് എന്നുള്ളത് അറിഞ്ഞാൽ തന്നെ നമുക്ക് ഒട്ടുമിക്കതും നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. ആ ഡയഗ്നോസിസ് പാർട്ടൊക്കെ പ്രോപ്പറായി ഉപയോഗിച്ച് പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പാറ്റേണിനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുക, അല്ലാണ്ട് അവരുടെ ബുദ്ധിമുട്ടുകൾക്കല്ല. എങ്ങനെയാണോ നിങ്ങൾ പൾസ് നോക്കിയിട്ട് ആ ക്ലയൻറ്റ് എന്ത് തന്നെ പറഞ്ഞാലും പൾസിന് പ്രയോറിറ്റൈസ് ചെയ്ത് ട്രീറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് TCMൽ. പക്ഷേ അതിന് കുറേ മെത്തഡോളജി TCMൽ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടബിൾ ആ മെത്തഡോളജി നിങ്ങൾക്ക് ഉപയോഗിക്കാം. അങ്ങനെ വരുമ്പോൾ ഈ 8 ഇൻഫ്ലുവൻഷ്യൽ പോയിന്റ്സ് എന്താണെന്ന് ചോദിച്ചാൽ, ദ 8 ഇൻഫ്ലുവൻഷ്യൽ പോയിന്റ്സ് ഹാവ് എ സ്പെസിഫിക് ഇൻഫ്ലുവൻസ് ഓൺ ദ ടിഷ്യൂസ് ഓർ ഓർഗൺ. നമ്മളിപ്പോൾ ഒരു പോയിന്റ് പറയുന്നു, ഈ പോയിന്റ് മറ്റേ എന്താ പറയുക ഒരു ലങ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന പോയിന്റാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന പോയിന്റാണെന്ന് വെച്ചാൽ അത് ആ നോർമലി ആ പോയിന്റ് കൊണ്ട് എന്തൊക്കെ ഗുണങ്ങളുണ്ടോ ആ ഗുണങ്ങളുടെ ഒപ്പം തന്നെ ഇതിന് ഈ സ്പെസിഫിക്കായി പറയുന്ന കാര്യങ്ങൾക്ക് വളരെയേറെ പ്രാധാന്യം ഉണ്ടാവും. അതുപോലെ തന്നെ ഇതിനെ നമ്മൾ ചൈനീസ് പറയുമ്പോൾ ഹുയി സൂയി എന്ന് പറയും. ഹുയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീറ്റിംഗ് പോയിന്റ് എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ 8 ഇൻഫ്ലുവൻഷ്യൽ അല്ലെങ്കിൽ മീറ്റിംഗ് പോയിന്റ് എന്നോ നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, ഈ പോയിന്റ്സ് ഒക്കെ വന്നിട്ട് ഏത് ഓർഗണിനെ നമ്മൾ കണക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ഏത് ടിഷ്യൂസിനെ കണക്ട് ചെയ്യുന്നു ആ ടിഷ്യൂസിനെയും ഓർഗണിനെയും സപ്പോർട്ട് ചെയ്യാൻ വളരെയേറെ യൂസ്ഫുൾ ആയിട്ടുള്ള പോയിന്റ്സ് ആണ് ഈ ഇൻഫ്ലുവൻഷ്യൽ പോയിന്റ്സ്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 8 എണ്ണം ഇതാണ്: ലിവർ 3, ലിവർ 13, റൺ 12, റൺ 17, UB 17 അല്ലെങ്കിൽ BL 17, ഗാൽ ബ്ലാഡർ 34, LU 9, BL 11 അല്ലെങ്കിൽ UB 11, GB 39. ഈ 8 പോയിന്റാണ് ഇൻഫ്ലുവൻഷ്യൽ പോയിന്റ് എന്ന് പറയാം. ഓക്കെ, നിങ്ങൾ ബാക്കി ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ ഒപ്പം ഈ പോയിന്റ്സ് ഉപയോഗിക്കാം, സ്പെസിഫിക് ആയിട്ട് ഈ പോയിന്റും കൂടെ ഉപയോഗിക്കാം. പക്ഷേ ഇൻഫ്ലുവൻഷ്യൽ പോയിന്റ് ആയതുകൊണ്ട് പോയിന്റ്സുകളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഉപയോഗിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. ഓക്കെ, എന്താണ് ഇൻഫ്ലുവൻഷ്യൽ പോയിന്റ്സ്? ലിവർ 13ൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഇത് സ്പ്ലീനിൻ്റെ ഫ്രണ്ട് മൂവ് പോയിന്റാണ്. ഓക്കെ, ഈ സ്പ്ലീനിൻ്റെ ഫ്രണ്ട് മൂവ് പോയിന്റ് എന്ന് പറയുന്ന സമയത്ത് സ്പ്ലീനുമായിട്ട് വളരെ കണക്ട് ചെയ്ത് കിടക്കുന്ന ഓർഗണാണ്, അല്ലെങ്കിൽ സ്പ്ലീനിൻ്റെ അലാറം പോയിന്റാണ് ലിവർ 13 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, അലാറം പോയിന്റ് ആയതുകൊണ്ട് തന്നെ ആ പോയിന്റിൽ തൊടുന്ന സമയത്ത് ഒരു വേദനയുണ്ട്, അതല്ലെങ്കിൽ ഒരു ടെൻഡർനെസ് ഉണ്ട്, അല്ലെങ്കിൽ ടെമ്പറേച്ചർ വേരിയേഷൻസ് ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ അത് ഡയറക്റ്റ്ലി കണക്ട് വിത്തിട്ട് സ്പ്ലീനിൻ്റെ ഇംബാലൻസിനെ പോയിന്റ് ഔട്ട് ചെയ്യുകയാണെന്നുള്ളത് നമ്മൾ ഫ്രണ്ട് മൂവ് പോയിന്റ് അല്ലെങ്കിൽ ബാക്ക് ഷൂ പോയിന്റ്സ് പഠിക്കുമ്പോൾ പഠിച്ചു. ഈ
പോയിന്റിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്പ്ലീൻ എന്ന് പറയുന്നത് എർത്തുമായിട്ട് കണക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാ ഓർഗണായിട്ട് ഡയറക്റ്റ്ലി കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ ഈ സ്പ്ലീനിന് ടച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്ന് കിട്ടുന്ന എനർജിയാണ് നമ്മൾ ജനിച്ച ശേഷം നമ്മുടെ ശരീരത്തിനകത്ത് നിന്ന് നമ്മളായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു സോഴ്സ് ഓഫ് എനർജി. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഈ സ്പ്ലീനിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ബാക്കി എല്ലാ ഓർഗൻസും ഉള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഇൻറ്റേർണൽ ഓർഗൻസിലെ ഓർഗൻസ് എല്ലാം തന്നെ എന്താ പറയുക, കണക്ട് ചെയ്യുന്നത് സ്പ്ലീനുമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ സ്പ്ലീൻ ലിവർ 13 എന്നുള്ളത് ഇൻഫ്ലുവൻഷ്യൽ പോയിന്റുമാണ്, സ്പ്ലീനിൻ്റെ മൂവ് പോയിന്റുമാണ്. അതുകൂടാതെ ലിവർ 13 എന്നുള്ളത് ബോഡിയിലെ ബാക്കി എല്ലാ ഓർഗനുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് ലിവർ 13 എന്നുള്ളത്. കാരണം വെച്ചാൽ എർത്ത് ആൻഡ് ലിവറാണ് ബാക്കിയുള്ള ഓർഗണിൻ്റെ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, എനർജി. നമ്മൾ ചീനെ കുറിച്ച് പറയുന്ന സമയത്ത് പറഞ്ഞല്ലേ, ചീ മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആരുടെ ഹെൽപ്പ് വേണം? പ്രധാനമായിട്ടൊന്ന് വേണ്ടത് വുഡിൻ്റെ ആണ്. അപ്പോൾ ലിവർ 13 ആണ് ബാക്കിയുള്ളതിൻ്റെ എല്ലാത്തിൻ്റെയും കടിഞ്ഞാണെന്ന് പോലെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഓർഗൻസിൻ്റെയൊക്കെ മീറ്റിംഗ് പോയിന്റ് എങ്ങനെയാണോ SP6 നമ്മൾ കാലിലെ 3 ഓർഗനെ കുറിച്ച് പറഞ്ഞത്, ട്രിപ്പിൾ വാർമർ 6നെ വന്നിട്ട് കയ്യിലെ യാങ് ഓർഗൻ എന്ന് പറഞ്ഞത്, അതേപോലെ തന്നെ 12 ഇൻമെറീഡിയൻസിൻ്റെയും ഇന്റേണൽ പാത്തിൽ അതിന് കണക്ഷൻസ് ഉള്ള ഒരു പോയിന്റാണ് ലിവർ 13. അതുകൊണ്ട് തന്നെ ഓർഗൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്ത് ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോഴും ലിവർ 13 നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ റൺ 12 എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെയാണ്. ലിവർ 13 എങ്ങനെയാണോ ഓർഗൻസിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത്, അതേമാതിരി തന്നെ യാങ് ഓർഗനെ കണക്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഓർഗണാണ് CV12 അല്ലെങ്കിൽ റൺ 12 എന്ന് പറയുന്നത്. അത് സ്റ്റൊമക്കിൻ്റെ ഫ്രണ്ട് മൂവ് പോയിന്റ് ആണ്. എങ്ങനെയാണോ നമ്മൾ ലിവർ 13 സ്പ്ലീനിൻ്റെ മൂവ് പോയിന്റ് എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ 3 ഉദ്ദേശിക്കുന്നത് ഫ്രണ്ട് അലാറം പോയിന്റ്, സ്റ്റൊമക്കിൻ്റെ ഫ്രണ്ട് അലാറം പോയിന്റ് ആണ് റൺ 12 എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഡൈജഷൻ സിസ്റ്റത്തിൽ എന്ത് ഇഷ്യൂസ് വരികയാണെങ്കിലും ശരി, നിങ്ങൾക്ക് ഈ റൺ 12 ഉപയോഗിക്കാം. അതേമാതിരി തന്നെ യാങ് ഓർഗൻസിനെ ഹാർമണൈസ് ചെയ്യാനും ഈ റൺ 12 ഉപയോഗിക്കാം. ഓക്കെ, അതേമാതിരി തന്നെ റൺ 17 എന്ന് പറയുന്നത് ചീയുടെ മീറ്റിംഗ് പോയിന്റ് ആണ്. അതായത് പെരിക്കാർഡിയത്തിൻ്റെ ഫ്രണ്ട് മൂവ് പോയിന്റ് ആണ് റൺ 17. പൊതുവെ റൺ 17 നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ശരീരത്തിനകത്ത് പ്രത്യേകിച്ച് ചെസ്റ്റ് റീജിയണിൽ കഫത്തിൻ്റെ ശല്യം ഉണ്ടെങ്കിൽ റൺ 17 വളരെ നല്ല പോയിന്റാണ്. നമ്മൾ വിക്സോ അയഡക്സോ എന്തെങ്കിലുമൊക്കെ നെഞ്ചിൽ തേക്കുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ റൺ 17നെയാണ് നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യണത്. ഈ റൺ 17 വന്നിട്ട് മീറ്റിംഗ് ഓഫ് ദ ചീ പോയിന്റ്സ് ആണ്. ആ പോയിന്റ് മൊത്തത്തിൽ ശരീരത്തിൻ്റെ ചീയുമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്ന പോയിന്റാണ്. പെരിക്കാർഡിയത്തിൻ്റെ ഫ്രണ്ട് മൂവ് പോയിന്റ് ആണ്. അതേമാതിരി തന്നെ ചെസ്റ്റിൻ്റെ സൈഡിൽ ഉണ്ടാവുന്ന ചീക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളെ ക്ലിയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന പോയിന്റാണ് റൺ 17. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ റൺ 17 വൊമിറ്റ് ചെയ്യുന്ന സമയത്തും മറ്റുമൊക്കെ കൂടുതലും ചെസ്റ്റിലുള്ള ലോക്ക് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റൺ 17 നമുക്ക്, അല്ലെങ്കിൽ ചെസ്റ്റിൻ്റെ ഭാഗത്ത് നമ്മൾ തലോടി കൊടുക്കുന്നത്. അതല്ലാണ്ട് വോമിറ്റിംഗ് കുറയ്ക്കാനല്ല. ആ സമയത്ത് എന്താ വെച്ചാൽ ചെസ്റ്റിലേക്ക് വരുന്ന ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ലോഡിന് കുറയ്ക്കാനും ചീ മൂവ്മെൻറ്റിനെ കറക്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ ചെസ്റ്റിൽ ഒഴിഞ്ഞു കൊടുക്കാൻ പറയുന്നത് എപ്പോഴും വോമിറ്റൊക്കെ ചെയ്യുന്ന സമയത്ത്. അതേമാതിരി തന്നെ UB17 എന്ന് പറയുന്നത് ബ്ലഡുമായിട്ട് കണക്ട് ചെയ്യുന്ന പോയിന്റാണ്. UB17 വന്നിട്ട് ബ്ലഡുമായിട്ട്, അതായത് ബ്ലഡിൻ്റെ മൂവ്മെൻ്റ് ആയിക്കോട്ടെ, ബ്ലഡ് കുറവുള്ള ആളുകളായിക്കോട്ടെ, അല്ലെങ്കിൽ ബ്ലഡുമായിട്ട് കണക്ട് ചെയ്യുന്ന ഏതൊരു ഇഷ്യൂസ് ആണെങ്കിലും ശരി, ബ്ലഡിൻ്റെ ഫ്ലോ മൂവ്മെൻ്റ് ആയിക്കോട്ടെ, ഇതിനെല്ലാം തന്നെ UB17 എന്നുള്ളത് വളരെ നല്ല പോയിന്റാണ്. ഓക്കെ, അപ്പോൾ വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത് പോലും നിങ്ങൾക്ക് UB17 വളരെ നല്ലതാണ്. കാരണം ബ്ലഡ് ഫ്ലോ ആയിട്ട് കണക്ട് ചെയ്തതാണ്. ഒരാൾക്ക് വെരിക്കോസ് വെയിൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ബ്ലഡ് ഫ്ലോയിനെ അല്ലെങ്കിൽ സർക്കുലേറ്ററി സിസ്റ്റത്തുമായിട്ട് ബന്ധപ്പെട്ട് കണക്ട് ആയതുകൊണ്ട് ബ്ലഡിൻ്റെ ഫ്ലോ ആയിട്ട് വരുന്ന അല്ലെങ്കിൽ ബ്ലഡുമായിട്ട് കണക്ട് ചെയ്യുന്ന എല്ലാ ഡിസീസിനും നിങ്ങൾക്ക് UB17 ഉപയോഗിക്കാം. മീറ്റിംഗ് ഓഫ് ദ ബ്ലഡ് ആണ് ബിൽഡ്സ് ബ്ലഡ് കുറവുള്ളവർക്ക് UB17 നിർബന്ധമായിട്ട് ഉപയോഗിക്കുക. അതേമാതിരി തന്നെ ശരീരത്തിനകത്ത് സ്റ്റാഗ്നേഷൻ ഉണ്ടെങ്കിൽ, ബ്ലഡിൻ്റെ സ്റ്റാഗ്നേഷൻസ് ഉണ്ടെങ്കിൽ അത് പോവാൻ UB17 നല്ലതാണ്. അതേമാതിരി തന്നെ ബ്ലഡിലെ ഹീറ്റ് കുറയാൻ ഈ പോയിന്റ് നല്ലതാണ്. അങ്ങനെ കണക്കാക്കുന്ന സമയത്ത് എവിടെയെങ്കിലും ഒരു മുറിയൊക്കെ തെട്ടിയിട്ട് നമുക്ക് ബ്ലഡ് ഫ്ലോ കൂടുതലാണെങ്കിൽ UB17 വളരെ നല്ല പോയിന്റും കൂടെ ആയിരിക്കും. ഓക്കെ, അതേമാതിരി GB34 കാലിൽ വരുന്ന മീറ്റിംഗ് പോയിന്റ് ഓഫ് സ്നൂസ്, അതായത് ടെൻഡൻ്റെ മീറ്റിംഗ് പോയിന്റ് ആണ്. അപ്പോൾ ടെൻഡൻ റിലേറ്റഡ് ആയിട്ട് എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും GB34 നിങ്ങൾക്ക് ഉപയോഗിക്കാം.
അതേമാതിരി തന്നെ മറ്റേ എക്സ്ട്രിമിറ്റീസിൽ കയ്യിലോ കാലിലോ ഉണ്ടാവുന്ന സ്റ്റിഫ്നെസ്സും അതേമാതിരി തന്നെ പിടുത്തവും അല്ലേ, സ്റ്റിഫ്നെസ്സും ഉണ്ടാവും. അതേമാതിരി ചിലവർക്ക് വന്നിട്ട് ഭയങ്കര ഹാർഡായിട്ട് ഫീൽ ചെയ്യും. അത് മറ്റേ എന്താ ഉള്ളിലേക്ക് ആരോ പിടിച്ച് വലിക്കുന്നത് പോലെ മസിലിന് തോന്നും. പൊതുവെ ക്രാമ്പ് വരുമ്പോഴും അങ്ങനെ സംഭവിക്കും. ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ തന്നെ നിങ്ങൾക്ക് GB34 ഒരു ഇൻഫ്ലുവൻഷ്യൽ പോയിന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അതേമാതിരി തന്നെ LU9 എന്ന് പറയുന്നത് ബ്ലഡ് വെസൽസ് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ്. അതുകൊണ്ടാണ് വെരിക്കോസ് വെയിൻ ഉള്ളവർക്ക് വന്നിട്ട് LU9 നല്ല പോയിന്റ് ആണെന്ന് പറയുന്നത്. ഒന്ന്, ബോഡിയിലെ സർക്കുലേഷൻ ക്ലിയർ ചെയ്യാനുള്ള പോയിന്റ് ആണ് ഇത്. അതായത് എങ്ങനെയാണെന്ന് വെച്ചാൽ ബ്ലഡ് വെസൽസിന്റെ സർക്കുലേഷൻ പ്രോപ്പർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന പോയിന്റ് ആണ് LU9. അതായത് അതുകൊണ്ട് തന്നെ അത് സ്റ്റിമുലേഷനെ വന്നിട്ട് സർക്കുലേഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. നമ്മുടെ ശരീരത്തിനകത്ത് ഉണ്ടാവുന്ന ശരീരത്തിൽ ഉണ്ടാവുന്ന സർക്കുലേഷനെ പ്രൊമോട്ട് ചെയ്യാൻ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ LU9 വളരെ നല്ല പോയിന്റ് ആണ്. ലങ്ചീനെ ഹാർമണൈസ് ചെയ്യാൻ ഈ പോയിന്റ് നല്ലതാണ്. അത് ഞാൻ എഴുതുന്ന സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഫ്ലോ ഓഫ് ചി ആൻഡ് ബ്ലഡ് ഇൻ ദ ചെസ്റ്റ് എന്ന് വായിക്കുന്നത് അത്. ഓക്കെ, ചീയും അതേമാതിരി തന്നെ ബ്ലഡും ചെസ്റ്റിന്റെ ഭാഗത്ത് ഉണ്ടാകുന്ന മൂവ്മെന്റ് ഇംബാലൻസിനെ, ഫ്ലോനെ പ്രോപ്പർ ആക്കാൻ LU9 ഹെൽപ്പ് ചെയ്യുന്നു. അതേമാതിരി തന്നെ ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യാൻ ഈ പോയിന്റും വളരെ നല്ലതാണ്. അതേപോലെ തന്നെ UB11 എന്ന് പറയുന്നത് ബോൺസിന് ആയിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്യുന്നതിന്റെ ഇൻഫ്ലുവൻഷ്യൽ പോയിന്റ് ആണ്. അപ്പോൾ ബോണുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്ത് തന്നെ ഡിസീസ് ആണെങ്കിലും ശരി, അതായത് ഇപ്പം ബോണിന്റെ എല്ല് തേയ്മാനം അല്ലെങ്കിൽ ബോണിന്റെ എന്താ പറയുക പ്രായമാകുന്ന സമയത്ത് ബോണുകളുടെ കനം കുറയുക, നേർത്ത് പോവുക, അങ്ങനെ ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയില്ലേ, അങ്ങനെ, അല്ലെങ്കിൽ ബോണുമായിട്ടുള്ള ഏരിയയിൽ വരുന്ന പെയിൻ. അതായത് ചില ആളുകൾ വന്നാൽ പറയില്ലേ, എല്ലാണ് വേദനിക്കുന്നത്, വെളിയിലല്ല വേദനിക്കുന്നത്, ഉള്ളിൽ എല്ലിന്റെ ഭാഗത്താണ് വേദനിക്കുന്നത്. അതേമാതിരി തന്നെ UB11 എന്നുള്ള പോയിന്റ്സ് വന്നിട്ട് നമ്മുടെ എല്ല് തേയ്മാനത്തിന് ഉപയോഗിക്കാൻ നല്ലതാണ്. അതേമാതിരി തന്നെ ബോണുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ഫ്രാക്ചർ ഇട്ടുള്ള വ്യക്തിയാണ്, അവർക്ക് ബോണ് പെട്ടെന്ന് ജോയിന്റ് ആവാനും സപ്പോർട്ട് ചെയ്യാനൊക്കെ UB11 വളരെ നല്ല പോയിന്റാണ്. അപ്പോൾ ബോണുമായിട്ട് ബന്ധപ്പെട്ടിട്ട് UB11 വളരെ നല്ല പോയിന്റാണ്. ബ്ലഡുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ UB17 വളരെ നല്ല പോയിന്റാണ്. അതേമാതിരി നമ്മൾ കഴിയുന്നതും പേഷ്യൻസിന് വരുന്ന സമയത്ത് ഫ്രണ്ട് മൂവ് ഉപയോഗിക്കുന്നത് ബുദ്ധിമുട്ടാണ് നമ്മൾ പറഞ്ഞു. നിങ്ങളിങ്ങനെല്ലാം ഉപയോഗിക്കുന്ന സമയത്ത് പതുക്കെ ഒരു ദിവസം ഓരോ ബാക്ക് ഷൂ പോയിന്റെങ്കിലും പഠിച്ചു വെക്കുക, ഏത് ഓർഗൻ്റെ ആണെന്ന്. ക്ലയൻസ് വരുന്ന സമയത്ത് ഡയഗ്നോസിസ്, നിങ്ങൾ പൾസ് നോക്കുന്നതിന് മുമ്പ് തന്നെ ദയവായിട്ട് ഈ ബാക്ക് ഷൂ പോയിന്റ്സ് പ്രസ് ചെയ്ത് നോക്കുക. എന്നിട്ട് ഏതൊക്കെ ഓർഗണിലാണ് അവർക്ക് ആ ബുദ്ധിമുട്ട് തോന്നുന്നതെന്നുള്ളത് ശ്രദ്ധിച്ച ശേഷം പതുക്കെ നിങ്ങൾ പൾസും കൂടെ നോക്കി തുടങ്ങുന്ന സമയത്ത് നിങ്ങളുടെ ഡയഗ്നോസിസ് സ്കില്ല് കുറച്ചുകൂടി ഫ്ലറിഷിങ് ആവാനും പറ്റും, നിങ്ങൾക്ക് കുറച്ചുകൂടി ഇൻഡെപ്ത് ആയിട്ട് മനസ്സിലാക്കാനും പറ്റും. അപ്പോൾ എല്ലാം കൂടെ ഒറ്റയടിക്ക് ഇരുന്ന് നമ്മൾ നോക്കുന്നതിനേക്കാളും പയ്യെ ഓരോ സാധനങ്ങളായിട്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് നല്ലൊരു എന്താ പറയുക ഒരുപാട് മിറാക്കിൾസ്. സർ കൈവന്തിച്ചിരുന്നോ? അബ്ദുൽ ഖാദർ സർ. സർ, സംശയമുള്ളപ്പോൾ അൺമ്യൂട്ട് ചെയ്ത് ചോദിച്ചോളൂ. അറിയാവുന്നതാണെങ്കിൽ പറയാം. പറഞ്ഞോളൂ സർ. ഇല്ല സർ, ഞാൻ ക്ലാസ് കഴിഞ്ഞ് ചോദിക്കും. ഓക്കെ, ഹാൻഡ് റൈസ് ചെയ്തുകൊണ്ട് ചോദിച്ചതാ. ഓക്കെ. അതേമാതിരി GB39 എന്ന് പറയുന്നത് മാരോസിന്റെ മീറ്റിംഗ് പോയിന്റ് ആണ്. അപ്പോൾ മാരോസ് എന്ന് അറിയാം നമുക്ക് ജോയിൻസിലെല്ലാം തന്നെ നമ്മളെ എന്താ പറയുക എല്ലുകൾ തമ്മിൽ മുട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഫ്ലൂയിഡും മാരോവും കൂടി ചേർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബോണിനകത്തുള്ള മാരോ എന്നാണ് നമുക്ക് ബ്ലഡ് പ്രൊഡക്ഷൻ ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ബ്രെയിൻ പോലും മാരോന്റെ പാർട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മെന്റൽ റിലേറ്റഡ്, അതായത് മാനസികമായ ഇഷ്യൂസ് ഉള്ളവർക്കൊക്കെ ഈ പോയിന്റ്സ് നല്ലതായിരിക്കും. ഓക്കെ. അതേമാതിരി തന്നെ സ്ട്രോക്ക് വന്ന ശേഷം ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എല്ലാം മാറാൻ തന്നെ ഈ പോയിന്റ് നല്ലതാണ്. മെന്റൽ റിലേറ്റഡ്, അതായത് മാനസിക തലത്തിലുള്ള എല്ലാ ബുദ്ധിമുട്ടുകൾക്കും. എന്തുകൊണ്ടാണ് ഇത് മാരോനെ സപ്പോർട്ട് ചെയ്യുന്ന പോയിന്റാണ്. അപ്പോൾ ബാക്കി പോയിന്റ് ഉപയോഗിക്കുന്നതിൻ്റെ ഒപ്പം ഈ പോയിന്റും കൂടെ ഉപയോഗിക്കാം. ഓക്കെ. സോ ഇത്രയുമാണ് ഇൻഫ്ലുവൻസ് പോയിന്റ്സ് ഉള്ളത്. അതിൻ്റെ തന്നെ ചെറിയൊരു സ്ക്രീൻഷോട്ടാണിത്, പെട്ടെന്ന് നമുക്ക് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഓക്കെ. GB34 എന്നുള്ളത് സ്നൂസുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ടെൻഡനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. GB13 എന്നുള്ളത് മാരോ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. UB17 എന്നുള്ളത് ബ്ലഡിൻ്റെ ഇൻഫ്ലുവൻഷ്യൽ പോയിന്റ് ആണ്. ലിവർ 13 എന്നുള്ളത് എല്ലാ ഇന്റേണലിലെ ഓർഗൻസുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. ബോൺസിന് UB എത്ര നമ്പർ പറഞ്ഞു? 11 ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, സ്ക്രീനിൽ കാണുന്നില്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ. ഓർഗൻസിനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് നമ്മൾ ഏതാ പറഞ്ഞത്?
ഓർമ്മയുണ്ടോ? LU9 വെസൽസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഏതാണ് ഫൂ ഓർഗൻ്റെ? ഹലോ, ആരും നോട്ടൊന്നും എഴുതില്ല. മനസ്സിലായില്ല സർ, ചോദ്യം മനസ്സിലായില്ല. ഫൂ ഓർഗൻസിനെ അല്ലെങ്കിൽ യാങ് ഓർഗൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഇൻഫ്ലുവൻഷ്യൽ പോയിന്റ് ഏതാ? റൺ 7 ആണോ ഞാൻ പറഞ്ഞത്? ആണോ? ഉറപ്പാ? ഏതാ? റൺ 12. ഓക്കെ, നിങ്ങൾ ക്ലാസ്സിൽ തന്നെ ഉണ്ടല്ലോ അല്ലേ എല്ലാവരും? 12 എന്ന് പറഞ്ഞു സാറിന്റെ അടുത്ത്. ഞാൻ എനിക്കിവിടെ ശരിക്കും കേട്ടില്ല. ഓക്കെ, നിങ്ങൾ ക്ലാസ്സിൽ ഉണ്ടല്ലോ അല്ലേ? അല്ലാണ്ട് മൊബൈൽ ഓൺ ചെയ്ത് വെച്ചിട്ട് വേറെ എവിടെയെങ്കിലും ആണോ? ഇനിയിപ്പോ ഓരോരുത്തരെയും പേര് വിളിച്ച് ഞാൻ അതെന്താന്ന് വെച്ചാൽ എല്ലാവരും കൂടെ മൈക്ക് ഓൺ ആക്കുമ്പോ ഭയങ്കര ഡിസ്റ്റർബൻസ് വരുന്നുണ്ട്. ആരും ഓൺ ആക്കിയിട്ടില്ല ആ കുടിയുടെ. പക്ഷെ വെയിറ്റ് ചെയ്യണതാണ് ആരെങ്കിലും ഓൺ ആക്കാണെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. ഓക്കെ, അടുത്തത് കോൺഫ്ലുവന്റ് പോയിന്റ്സ് എന്ന് പറയും, അല്ലെങ്കിൽ EV പോയിന്റ്സുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ്. EV എന്ന് പറയുന്നത് എക്സ്ട്രാ ഓർഡിനറി വെസൽസ്. അപ്പോൾ നമുക്ക് എക്സ്ട്രാ ഓർഡിനറി വെസൽസിന് നമ്മൾ വളരെയേറെ പ്രാധാന്യം കൊടുക്കാറില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എക്സ്ട്രാ ഓർഡിനറി വെസൽസിൽ റന്നും ഡ്യൂവും ഒഴിച്ച് ബാക്കിയുള്ളതിനൊന്നും സ്വന്തമായിട്ടുള്ള പോയിന്റ്സ് ഇല്ല. എന്തുകൊണ്ടില്ലായിരുന്നു എന്നുള്ളത് നമ്മൾ ആൾറെഡി പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ കുഞ്ഞായിരിക്കുന്ന സമയത്ത് ആദ്യം നമ്മുടെ ശരീരത്ത് മറ്റുള്ള മെറീഡിയൻസ്, ഓർഗൻ റിലേറ്റഡ് ആയിട്ടുള്ള മെറീഡിയൻസ് ഉണ്ടാവുന്നതിന് മുമ്പ് ആദ്യം ഉണ്ടാവുന്നതാണ് ഈ എക്സ്ട്രാ ഓർഡിനറി വെസൽസ് എന്ന് പറയുന്നത്. അത് മൊത്തം 8 അതിൽ 2 റൺ ആൻഡ് ഡ്യൂ ആണ്. അതിന് നമ്മൾ തൽക്കാലം മാറ്റി വയ്ക്കാം, കാരണം അതിന് സ്വന്തമായ മെറീഡിയനും ഉണ്ട്, സ്വന്തമായ പോയിന്റും ഉണ്ട്. ബാക്കിയുള്ള 6 വന്നിട്ട് കുഞ്ഞായിരിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിനകത്ത് ഫോം ആവുകയും അതിന് കുറേ പോയിന്റ്സ് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനുശേഷം ഓർഗൻസ് ഒക്കെ വന്ന ശേഷം എന്ത് പറഞ്ഞു, ആ ഓർഗൻസിന്റെ മെറീഡിയൻസ് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇതിന് ഓവർലാപ്പ് ചെയ്തു പോകുന്നു. ഇതേ മറ്റേ എക്സ്ട്രാ ഓർഡിനറി വെസൽസിനെ ഓവർലാപ്പ് ചെയ്തു പോകുകയും ഈ എക്സ്ട്രാ ഓർഡിനറി വെസൽസിന്റെ പോയിന്റ്സ് ഒക്കെ തന്നെ ആ ഓർഗന്റെ മെറീഡിയനായി പോകുന്നത് കൊണ്ട് നമ്മൾ ആ മെറീഡിയന്റെ പാത്വേ പഠിക്കുന്ന സമയത്തും അതിന്റെ പോയിന്റ് പഠിക്കുന്നത് കൊണ്ടും പിന്നീട് കാലക്രമേണ എന്താ വെച്ചാൽ ഈ പോയിന്റ്സിനെ ആരും അങ്ങോട്ട് പ്രാധാന്യം കൊടുക്കാണ്ടേ. ഇപ്പൊ ക്ലിനിക്കലി വന്നിട്ട് വളരെ റെയർ ആയിട്ടുള്ള ആൾക്കാരാണ് ഇതിനെ എക്സ്ട്രാ ഓർഡിനറി വെസൽസുമായിട്ട് കണക്ട് ചെയ്തിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. അതല്ലാതെ ബാക്കിയുള്ളവരെല്ലാവരും തന്നെ ആ ഇൻഡിക്കേഷൻസ് വെച്ചിട്ടാണ് പോയിന്റ് ചെയ്യാറുള്ളത്. അപ്പോൾ ഈ കോൺഫ്ലുവന്റ് പോയിന്റ്സ് എന്ന് പറയുന്നത് മറ്റേ ഈ എന്താ പറയുക, എക്സ്ട്രാ ഓർഡിനറി വെസൽസിനെ ഹെൽപ്പോട് കൂടിയിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പോയിന്റുകളെയാണ് ഈ ഒരു കാറ്റഗറിയിൽ പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, ഇതെല്ലാം തന്നെ മെയിൻ ചാനൽസ് തന്നെയാണ് വരുന്നത്. അത് അധികവും വന്നിട്ട് റിസ്റ്റ്, ആംഗിൾ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് കണക്കുന്ന ഏരിയയിലാണ് കൂടുതൽ ഉണ്ടാവുക. ഓക്കെ, എല്ലാ പോയിന്റ്സും അങ്ങനെയെന്നല്ല, കൂടുതലും അങ്ങനെ വരുന്ന പോയിന്റുകളാണ്. ഇതിന് കുറച്ച് അഡീഷണലായിട്ട് ഇൻഡിക്കേഷൻസിനേക്കാളും കുറച്ച് കൂടുതൽ പ്രാധാന്യമുണ്ട്. അത് ഏതൊക്കെ പോയിന്റാണ് നമുക്ക് നോക്കാം. അപ്പോൾ ഈ പോയിന്റ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ നീഡിൽ ചെയ്യുമ്പോഴോ മസാജ് ചെയ്യുമ്പോഴോ എക്സ്ട്രാ ഓർഡിനറി വെസൽസിനെ കൂടി സ്റ്റിമുലേറ്റ് ചെയ്യുന്നതായിട്ട് വർക്ക് ചെയ്യും. എന്താണ് ഈ എക്സ്ട്രാ ഓർഡിനറി വെസൽസിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ റൺ ആൻഡ് ഡ്യൂ പോലെ തന്നെ ഈ എക്സ്ട്രാ ഓർഡിനറി വെസൽസ് എല്ലാം തന്നെ റിസർവോയേഴ്സിന്റെ ഫംഗ്ഷനാണ് ചെയ്യുന്നത്. അത് ചീനെ അക്യുമുലേറ്റ് ചെയ്യാണ്. ഓരോ തരത്തിലുള്ള ചീ അല്ലെങ്കിൽ ഓരോ ഏരിയയ്ക്ക് വേണ്ടിയിട്ടുള്ള ചീനെ എന്ത് ചെയ്തു വെക്കുന്നു, ഇത് റിസർവോയർ പോലെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ചാനൽസ് ആയതുകൊണ്ട് വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ട്രീറ്റ്മെന്റിന് ഉപയോഗിക്കാൻ പറ്റും. ഇതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു, ഈ പോയിന്റ്സ് ഒക്കെ തന്നെ റിസ്റ്റിന്റെയും ആംഗിളിന്റെയും പരിസരത്തായിട്ടൊക്കെയാണ് വരിക. അതേപോലെ തന്നെ ഇനിയൊരു കാര്യം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്നത്, ലൂ പോയിന്റ്സും യുവാൻ സോഴ്സ് പോയിന്റ്സും ഇതിനകത്ത് കുറേയേറെ ഉപയോഗിക്കും. അപ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയൊക്കെ ഈ പോയിന്റ്സ് ഉപയോഗിക്കുന്ന സമയത്ത് എക്സ്ട്രാ ഓർഡിനറി വെസൽസും കൂടെ ചേർന്നിട്ടാണ് സ്റ്റിമുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതൊക്കെയാണ് ആ പോയിന്റ്സ്. അപ്പോൾ ഏതൊക്കെയാണ് ഇതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഈ എക്സ്ട്രാ ഓർഡിനറി വെസൽസിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഇത് ഓരോ മെറീഡിയനും ഏത് ഏരിയനെ കവർ ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മാത്രം ഇപ്പോഴത്തേക്ക് മതി. ചോങ്മായി എന്ന് പറയുന്ന എക്സ്ട്രാ ഓർഡിനറി വെസൽസിൻ്റെ
പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. അതിനെ ആക്ടിവേറ്റ് ചെയ്യാൻ, ആ മെറീഡിയനെ ആക്ടിവേറ്റ് ചെയ്യാൻ SP4 നല്ല പോയിൻ്റാണ്. അതായത് ഇത് SP4 എന്ന് പറയുന്നത് നിങ്ങളുടെ സ്ത്രീകൾക്കാണെങ്കിൽ മറ്റേ എന്താ പറയുക, യൂട്രസുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു വളരെയേറെ നല്ല പോയിൻ്റാണ് SP4. SP4 നിങ്ങൾക്ക് എന്ന് വെച്ചാൽ വളരെയേറെ ആക്ച്വലി SP4ഉം P6ഉം ആണ് കോമ്പിനേഷൻ ഓഫ് പോയിൻ്റ് മെൻസസ് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റേ സ്ത്രീകളുടെ മറ്റേ യൂട്രസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വളരെ നല്ല പോയിൻ്റാണ് ഈ SP4ഉം P6ഉം കൂടെ ഉപയോഗിക്കുകയാണെങ്കിൽ. ഓക്കെ, അതിലെ P6 വന്നിട്ട് ഇൻവി മായിയുടെ എന്ന് പറയുന്ന എക്സ്ട്രാ ഓർഡിനറി വെസൽസിൻ്റെ ഇൻഫ്ലുവൻഷ്യൽ പോയിൻ്റാണ്. റൺ ചാനലിന് SI3 വളരെ നല്ല പോയിൻ്റാണ്. യാങ്ജിയോമായിയുടെ UB62 നല്ല പോയിൻ്റാണ്. ദായിമായിയുടെ GB41. ഓക്കെ, അതേമാതിരി തന്നെ യാങ് വി മായി എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ട്, അത് ട്രിപ്പിൾ വാർമർ 5 അതിൻ്റെ പോയിൻ്റാണ്. റൺ മെറീഡിയൻ്റെ ഇൻഫ്ലുവൻഷ്യൽ പോയിൻ്റാണ് LU7 എന്നുള്ളത്. ഇൻജിയോമായിയുടെ K6 ആണ്. ഓക്കെ, നമ്മളിത് എന്താണെന്നുള്ളത് നമുക്ക് മെറീഡിയനിൽ, അതായത് ആദ്യം ബോഡി മെറീഡിയൻ കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് പോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ബോഡി മെറിഡിയൻ കഴിഞ്ഞ് പോകുമ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. അപ്പോൾ ഗ്രൂപ്പിംഗ് നമ്മൾ ആദ്യമേ പറഞ്ഞതുകൊണ്ടും നിങ്ങൾ ആൾറെഡി പഠിച്ച കുട്ടികളായതുകൊണ്ടും ഇതിനെ എടുത്ത് മുന്നിലിട്ടു എന്ന് മാത്രം. അല്ലെങ്കിൽ മെറിഡിയൻ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഗ്രൂപ്പിങ്ങിനെ കുറിച്ചൊക്കെ പറയുക. പക്ഷേ നിങ്ങളുടെ മറ്റേ എന്താ പറയുക, ആൾറെഡി നിങ്ങൾ മറ്റേ ഡിപ്ലോമ, മാസ്റ്റർ ഡിപ്ലോമ ഡിപ്ലോമ കഴിഞ്ഞ ആളുകളാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതിനെ നമുക്ക് പ്രയോറിറ്റൈസ് ചെയ്ത് വെച്ചു. അപ്പോൾ ഇതെല്ലാം തന്നെ ആ ഓരോ മെറീഡിയനുമായിട്ട് ബന്ധപ്പെട്ട് എക്സ്ട്രാ ഓർഡിനറി വെസൽസിനെ ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് ഒട്ടുമിക്ക പോയിന്റ്സ് നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും. ഓക്കെ, 1-2 പോയിന്റ്സ് ഉപയോഗിച്ചിട്ട് ഒഴിച്ച് ബാക്കിയൊക്കെ നിങ്ങൾ റെഗുലറായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഈ മെറീഡിയൻസിനെയും കൂടെ അല്ലെങ്കിൽ ഈ വെസൽസിനെയും കൂടെ നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്യിക്കുന്നത്. ഓക്കെ, അതിൻ്റെ തന്നെയാണ് സ്ക്രീൻഷോട്ട് തന്നെയാണ്. ഇതെല്ലാം നിങ്ങൾക്ക് നെറ്റിൽ നിന്ന് കിട്ടുന്നത് തന്നെയാണ് കേട്ടോ. ഇതിനകത്ത് എൻ്റെ കോൺട്രിബ്യൂഷൻസ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഇതിനകത്ത് മറ്റേ എന്താ പറയുക, ബ്ലൂ കളറിൽ കൊടുത്തതൊക്കെ ചെസ്റ്റ്, ലങ്, ത്രോട്ട് ഡിസോർഡേഴ്സിന് നിങ്ങൾക്ക് ഈ പോയിന്റ്സ് വളരെ നല്ലതാണ്. അതേമാതിരി തന്നെ മറ്റേ റൈറ്റ് ഹാൻഡ് സൈഡിൽ അപ്പറിലുള്ള ചോപ്പിലുള്ള കാണുന്ന 2 പോയിന്റുകൾ ചെസ്റ്റും ഹാർട്ടും സ്റ്റൊമക്ക് ഡിസോർഡേഴ്സിന് എഴുതിയിട്ടുണ്ട്. അതിനകത്ത് ഇത് ഇപ്പം ഞാൻ ക്രിയേറ്റ് ചെയ്യാല്ലാത്തതുകൊണ്ടാണ്. അതല്ലാതെ നിങ്ങൾക്ക് ഇതിനകത്ത് P6ഉം SP4ഉം കൂടെ നിങ്ങൾക്ക് യൂട്രസുമായിട്ട് കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന പോയിൻ്റാണ്. അതേമാതിരി ഗ്രീൻ കളറിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ തന്നിട്ടുള്ള പോയിന്റുകൾ അപ്പർ ബാക്ക് ഇഷ്യൂസിനും നെക്കിനും അതേമാതിരി കണ്ണിൻ്റെ ബുദ്ധിമുട്ടുകൾക്കൊക്കെ, പ്രത്യേകിച്ച് ഇന്നർ സൈഡിൽ വരുന്ന ഇതിന് മറ്റേ എന്താ പറയുക കൺകോണുകളിൽ വരുന്ന ഇഷ്യൂസിന് നല്ലതാണ്. റൈറ്റ് ഹാൻഡ് സൈഡിൽ താഴെ തന്നിട്ടുള്ള 2 പോയിന്റ്സ് നമ്മളുടെ താടി, കാത്, അതേമാതിരി തന്നെ ഔട്ടർ കാൻജസുമായിട്ട് ഇഷ്യൂസിന് നല്ല പോയിന്റാണ്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, എന്നാലും ജസ്റ്റ് ഒരു വെറുതെ ഒന്ന് റിമൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒന്നുകൂടെ കുറേ ദിവസമായി ഉണ്ടാവും നിങ്ങൾ മറന്നു പോയിട്ടുണ്ടാവും, അതിന് വേണ്ടിയിട്ട് നമ്മുടെ മെഷർമെൻറ്റിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നു. അപ്പോൾ നമുക്ക് വന്നിട്ട് അങ്കുലം എന്നാണ് മലയാളത്തിൽ പറയണത് അല്ലേ, വിരലുകളുടെ മെഷർമെൻറ്റിന്. അതുമാതിരി ബോഡി ഇഞ്ച് മെഷർമെൻറ്റിലാണ് നമ്മൾ ശരീരത്തിനെ അളക്കുന്നത്. അതിന് ആക്ച്വലി സൂൺ എന്നാണ് പറയുക. നമ്മൾ പൊതുവെ പറഞ്ഞു വരുമ്പോൾ ചൂൺ എന്ന് പറയും, ശരിക്കും സൂൺ എന്നാണ് അതിൻ്റെ പ്രൊണൗൺസിയേഷൻ. ഞാനും അധികം ചൂണ് തന്നെയാണ് ഉപയോഗിക്കാറ്. കാരണം നമ്മൾ മലയാളത്തിലുള്ളവർ ഇംഗ്ലീഷ് പറയുമ്പോൾ ചില വാക്കുകൾക്ക് ആവശ്യത്തിൽ കൂടുതൽ ഉച്ചാരണം കൊടുക്കുന്നതുകൊണ്ട് നമ്മുടെ ഇംഗ്ലീഷ് മറ്റുള്ളവർക്ക് കേൾക്കുമ്പോൾ, മലയാളികൾക്ക് കേൾക്കുമ്പോൾ പ്രശ്നം ഉണ്ടാവില്ല. അതല്ലാതെ പ്യുവറായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നവർ കേൾക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് അവർക്കത് ഫീൽ ചെയ്യും. ഓക്കെ, അപ്പോൾ ചൂൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ബോഡി ഇഞ്ചാണ്, അത് ബോഡി മെഷർമെൻ്റ് ആണ്. ഓക്കെ, നമ്മുടെ TCM പ്രകാരം ശരീരത്തിലെ അളവുകോളാണ് ഈ ചൂണെന്ന് പറയാം. ഓക്കെ, അത് എവിടുന്ന് എടുക്കണം എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾക്കറിയാം. സോ അതുകൊണ്ട് ഇതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ പറയുന്നില്ല. ജസ്റ്റ് ഒന്ന് ഓടിച്ച് നമ്മൾ നോക്കി പോകുന്നു. തള്ളവിരലിൻ്റെ വീതി എന്ന് പറയുന്നത് ഒരു ചൂണാണ്. അതല്ലെങ്കിൽ നടുവിലത്തെ വിരൽ മടക്കി വെക്കണം. ഓക്കെ, ഈ മറ്റേ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ഏറ്റവും അറ്റത്തുള്ള ഒരു ചൂൺ എന്ന് പറയുന്നത് റൈറ്റ് ഹാൻഡ് നിവർത്തി വെച്ചിട്ട് 2 ക്രീസിൻ്റെ എടുത്തു കഴിഞ്ഞാൽ ഒരു ചൂണിനേക്കാളും കൂടുതൽ വരും, കുറച്ച് വ്യത്യാസം വരും.
അപ്പോൾ ആ കയ്യിൽ കാണിക്കുന്ന പോലെ തന്നെ, ആ ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെ വിരൽ മടക്കി വെച്ചിട്ട് വേണം നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ നടുവിലത്തെ വിരലിലെ സെക്കൻഡ് ആൻഡ് തേർഡ് ക്രീസ്, അല്ലെങ്കിൽ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ക്രീസിൻ്റെ ഗ്യാപ്പ് എടുക്കുകയാണെങ്കിൽ വിരലുകൾ ഇതേപോലെ മടക്കണം. ഓക്കെ, 2 വിരലുകൾ നമ്മളുടെ, അതായത് ഇൻഡെക്സ് ഫിംഗറും മറ്റേ നടുവിലത്തെ വിരലും കൂടി എടുക്കുകയാണെങ്കിൽ 1.5 ചൂണാണ്. 4 വിരലുകൾ നിവർത്തി വെക്കുകയാണെങ്കിൽ 3 ചൂൺ വരും. ഇതെല്ലാം മെഷർമെൻറ്റ്സ് നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ്. ഓക്കെ, അതല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക, ഇൻഡെക്സ് ഫിംഗറിൻ്റെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ക്രീസിൻ്റെ എടുത്താലും 1 ചൂൺ കറക്റ്റ് ആയിരിക്കും വരുന്നത്. ഓക്കെ, ഇത് മെഷർ ചെയ്യാൻ വന്നിട്ട് ചൂണോമീറ്റർ എന്ന് പറഞ്ഞിട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനമുണ്ട് ഈ മെഷർമെൻറ്റിന്. അപ്പോൾ നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്ന ഒരു ഭാഗത്ത് 1 ചൂൺ മാത്രം മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡിൽ 0.5 ചൂണും, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കാണുന്നത് വന്നിട്ട് 2 ചൂൺ മെഷർമെൻറ്റും, റൈറ്റ് ഹാൻഡ് സൈഡിൽ 1.5 ചൂണും വരും. ഇതിന് സൂണോമീറ്റർ എന്നാണ് പറയുക. ഇത് അവൈലബിൾ ആണ്, 10-25 രൂപ 50 രൂപയുടെ ഉള്ളിലൊക്കെ വരത്തുള്ളൂ. പക്ഷേ ഇത് വാങ്ങണ്ട. ഓക്കെ, ഇതൊന്നും നമ്മൾ കാര്യമായിട്ട് പേഷ്യൻസിനൊന്നും ഉപയോഗിക്കുന്നുണ്ടാവില്ല. ആദ്യത്തെ കുറച്ച് ദിവസം വെറുതെ അവരെ കാണിക്കാൻ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് തന്നെ ബുദ്ധിമുട്ടാണ്. അതിനേക്കാൾ എളുപ്പമാണ് നമ്മൾ ഇതല്ലാതെ തന്നെ നോക്കുന്നത്. ഓക്കെ, അതിൻ്റെ പിക്ചറൈസേഷൻ ഇങ്ങനെയാണ് ഉണ്ടാവുക. മറ്റേത് ഡ്രോയിങ് ആയിരുന്നു. ഇങ്ങനെ പ്ലാസ്റ്റിക്കിൽ എല്ലാവിടെയും ഇപ്പോൾ അവൈലബിൾ ആണ് ഈ സാധനം. പക്ഷേ ഇത് ക്ലിനിക്കലി വന്നിട്ട് വലിയ യൂസ് ഉള്ളൊരു സാധനമൊന്നും അല്ല. ഓക്കെ, ഇതാണ് ഒരു അപ്രോക്സിമേറ്റ്ലി നമ്മളുടെ ബോഡി മെഷർമെൻറ്റ്സിൻ്റെ കണക്ക്. ഓക്കെ, ഇതെല്ലാം നിങ്ങൾ ആൾറെഡി പഠിച്ചിട്ടുണ്ടാവും. എന്നിരുന്നാലും ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒന്നുകൂടെ ഓക്കെ ഇതൊക്കെ ഉപയോഗം വരുന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് മാത്രം ജസ്റ്റ് ഒന്ന് കാണിക്കുന്നു. ഓക്കെ, ആർക്കെങ്കിലും സ്ക്രീൻഷോട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും ഞാൻ ഡീറ്റെയിൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലാവില്ല, നിങ്ങൾ പഠിച്ചതായതുകൊണ്ട്. ഓക്കെ, അതിൻ്റെ തന്നെ എന്താ പറയുക, ടൈപ്പ് ചെയ്ത് വെച്ചു എന്ന് മാത്രം, ഓരോരോ ഭാഗത്തിലും എത്ര ചൂണുണ്ടെന്നുള്ളത്. നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഓക്കെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ഇപ്പോൾ ഉള്ള റിസൾട്ടിനേക്കാളും കൂടുതൽ നന്നായി കിട്ടാം. അതായത് അക്യുപഞ്ചർ പോയിന്റിൽ ഏറ്റവും പ്രാധാന്യം വന്നിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റ് ഇടുകയല്ല, ആ ശരീരത്തിന്, വരുന്ന വ്യക്തിയുടെ ശരീരത്തിന് ഏത് പോയിന്റാണോ വേണ്ടത്. ഇപ്പോൾ തലവേദനയ്ക്ക് നിങ്ങൾക്ക് തന്നെ അറിയാം, കുറേ പോയിന്റ്സ് ഉപയോഗിക്കാൻ പറ്റൂല്ലേ. ഒരു ജലദോഷത്തിനാണെങ്കിലും ശരി, ഒരു മെൻസസ് സൈക്കിളിൻ്റെ ഇഷ്യൂസിനാണെങ്കിലും ശരി, ഇങ്ങനെ ഒരുപാട് പോയിന്റ്സ് മൾട്ടിപ്പിൾ ഫങ്ഷനായിട്ട് വരും. ഒരു തലവേദനയ്ക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സാധാരണ സ്റ്റുഡൻസിനോട് പറയാറുണ്ട്, ആരും ചെയ്യാറില്ല. നിങ്ങൾ പഠിച്ചു തുടങ്ങുന്ന സമയത്ത്, പുതിയതായി പഠിച്ചു തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ ഓരോ ദിവസം പഠിക്കുന്ന പോയിന്റ്സിൻ്റെ ഇൻഡിക്കേഷൻസ് ഉണ്ടാവും. തലവേദന, കണ്ണുവേദന, പനി, അങ്ങനെ ഒരു ലിസ്റ്റ് ഇട്ടിട്ട് ഏതൊക്കെ പോയിന്റ്സ് നിങ്ങൾ പഠിച്ചു കഴിയുമ്പോഴേക്കും എത്ര പോയിന്റ്സ് വരുന്നുണ്ട് നോക്കിക്കഴിഞ്ഞാൽ അവസാനം ആ സമയത്ത് നമുക്ക് കൺഫ്യൂഷൻ ആയി പോകും. അത്രയേറെ പോയിന്റ്സ് ഉണ്ടാവും ഒരു ഒറ്റ ഇഷ്യൂസിന് തന്നെ. ഇത് കൂടാതെ നമ്മൾ ഇപ്പോൾ ഗ്രൂപ്പിംഗ് പഠിക്കുന്ന സമയത്ത് ഇൻഡിക്കേഷനിൽ പറയാത്ത ചില ബുദ്ധിമുട്ടുകളിന് ആ പോയിന്റ്സ് വരും. അത് കഴിഞ്ഞിട്ട് ഈ ഇതിൻ്റെ ഫങ്ഷൻ, പോയിന്റ്സിൻ്റെ ഫങ്ഷൻ പഠിക്കുന്ന സമയത്ത് അപ്പോൾ പിന്നെയും കുറേ പോയിന്റ്സ് വരും. അപ്പോൾ നമുക്ക് ആ കൂടി കൺഫ്യൂഷൻ ആകാനൊന്നുമില്ല. നമ്മളൊന്ന് ക്ലിയർ ആയിട്ട് ആവശ്യമില്ലാത്തത് ഉള്ളിൽ കയറ്റാതിരുന്നാൽ പെട്ടെന്ന് മനസ്സിലാവുന്നത്. ഓക്കെ, സോ അങ്ങനെ ചെയ്യുന്ന സമയത്ത് പൊതുവേ എൻ്റെ ക്ലിനിക്കൽ പ്രാക്ടീസിൽ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്. വെറുതെ നമ്മളായിട്ട് അസംഷൻ ചെയ്ത് പോയിന്റ് ഇടുന്നതിനേക്കാളും നമുക്കൊരു അസംഷൻ ഉണ്ടാവില്ലേ, ഇന്ന ആൾക്ക് ലിവർ ഹീറ്റാണ്, അല്ലെങ്കിൽ ഇന്ന പോയിന്റ് ഉപയോഗിക്കണം, ഇന്നതാണ് ഇഷ്യൂസ് എന്ന് നമ്മളൊരു ജഡ്ജ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പോകുന്ന പോയിന്റിനെ എന്ത് ചെയ്യണം ചോദിച്ചു കഴിഞ്ഞാൽ പാൽപ്പേറ്റ് ചെയ്യണം. അതായത് ജസ്റ്റ് ഒന്ന് പാൽപ്പേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ പോയിന്റ് ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ ഇവിടെയാണ് TW6-നാണെങ്കിൽ ഒന്ന് എന്ത് ചെയ്യുക, ഈ TW6-ൻ്റെ ഈ പോയിന്റ്സിനെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ഒന്ന് മസാജ് ചെയ്ത് നോക്കുക. ഇത് നിങ്ങൾ എല്ലാ പോയിന്റിനും മുമ്പ് പാൽപ്പേറ്റ് ചെയ്യണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നിങ്ങൾ പാൽപ്പേറ്റ് ചെയ്തിട്ടാണ് നീഡിൽ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വന്നിട്ട് ഇപ്പോൾ കിട്ടുന്നതിനേക്കാളും കൂടുതൽ റിസൾട്ട് നന്നായിട്ട് കിട്ടും. അപ്പോൾ ഏത് പോയിന്റ് നിങ്ങൾ സുജോക്കിൽ ചെയ്യുകയാണെങ്കിലും ശരി, സ്കാൽപ്പോ, ഏത് മെത്തഡോളജിയിൽ നിങ്ങൾ നീഡിൽ ചെയ്യാൻ പോകുന്നതാണെങ്കിലും ശരി, ആ പോയിന്റിനെ ഒന്ന് പാൽപ്പേറ്റ് ചെയ്യുക. പാൽപ്പേറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ആ ഒരു സ്ഥലത്ത് നിങ്ങൾ തൊടുന്ന സമയത്ത് ഒരു പെയിൻ അവിടെ ആ ക്ലയൻറ്റിന് ഫീൽ ചെയ്യണം. അതല്ല എങ്കിൽ അവിടെ നിങ്ങൾക്കൊരു ബൾജിങ്ങോ, ഞാൻ എപ്പോഴും പറയാറില്ല, ഇങ്ങനെ ആ
അങ്ങനെയൊക്കെ വരുന്ന പോയിന്റ്സ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ വെറുതെ എങ്കിലും ഏതെങ്കിലും ഒരു സ്ഥലത്ത് തൊടുന്ന സമയത്ത്, ഒരു പോയിന്റിന് തൊടുന്ന സമയത്ത് അവർക്ക് പെയിൻ തോന്നി, പക്ഷേ നിങ്ങളുടെ ഡയഗ്നോസിസിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ജഡ്ജ്മെൻറ്റിലോ ആ പോയിന്റ് വന്നില്ല എങ്കിൽ പോലും ആ ശരീരത്തിനകത്ത് ആ പോയിന്റ് ബോഡി ചോദിക്കുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ എപ്പോഴും നിങ്ങൾ നീഡിൽ ചെയ്യുമ്പോൾ ഈ ഒരു സിസ്റ്റം ഇന്ന് തൊട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. എന്ത്, ആ ഒരു ലൊക്കേഷൻ ഇടുന്നതിന് മുമ്പ് ആ ഭാഗം ഒന്ന് അമർത്തി നോക്കുക. എന്നിട്ട് പെയിൻ പോയിന്റ് നിങ്ങൾക്ക് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, ഇതിന് മുമ്പോ മറ്റേ SP6 ലൊക്കേഷൻ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു എക്സാക്റ്റ് ആയിട്ട്. ഹലോ, എക്സ്ക്യൂസ് മീ, പറഞ്ഞു തന്നിട്ടില്ല? ഓക്കെ, നിങ്ങൾക്കൊക്കെ SP6 അറിയാലോ. നിങ്ങൾ SP6 ഒന്ന് പ്രസ് ചെയ്യാവോ, കാലൊന്ന് മടക്കി വെച്ചിട്ട്? ലൊക്കേഷൻ എവിടെയാണ് SP6ന്റെ ലൊക്കേഷൻ ഒന്ന് പറയാമോ? മീതെ 4 ഫിംഗർ വെച്ചിട്ടുള്ള ഇന്റേണൽ മെല്ലുലാസ് ബോണിന്റെ മധ്യഭാഗത്ത് നിന്നും 3 ചൂൺ അല്ലേ? 3 ചൂൺ. നിങ്ങൾ അവിടെ ഒന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്തിട്ട് അതേ പ്രഷർ തന്നെ ഒരു ഫിംഗർ വിഡ്ത്തും കൂടി, അതായത് 3-4 വിരൽ വെക്കുന്നതിന് പകരം 5 വിരലിന്റെ ദൂരത്ത് ഒന്ന് എടുത്തിട്ട് അപ്പുറത്ത് മാറ്റി വെക്കുക. അപ്പോൾ ആദ്യം 3 ചൂണിലാണോ വേദന കൂടുതൽ വന്ന് 4 ചൂണിലാണോ വേദന കൂടുതൽ വന്നത്? 4 അല്ലേ? വളരെ കുറച്ച് പേർക്ക് മാത്രമാണ് 3 വരിക. ശരിക്കും പറഞ്ഞാൽ നമ്മളപ്പോൾ SP6 എന്ന് പറയുന്നത് നിങ്ങൾ പഠിക്കുന്ന സമയത്തും പരീക്ഷ എഴുതുന്നതിനൊക്കെ എഴുതിക്കോളൂ, കുഴപ്പമില്ല. 3 ചൂണെന്നോ അല്ലെങ്കിൽ 4 ഫിംഗർ വിടുന്നോ എഴുതിക്കോളൂ. പക്ഷേ ക്ലിനിക്കലി നിങ്ങൾക്ക് നല്ല റിസൾട്ട് വരണം എന്നുണ്ടെങ്കിൽ ദ മോർ പെയിൻഫുൾ പോയിന്റ് ആണ് ആദ്യം ഓപ്റ്റ് ചെയ്യേണ്ടത്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ ക്ലിനിക്കലി ഉപയോഗിക്കുന്ന സമയത്ത് 4th ഫിംഗർ വിഡ്ത്തിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ കിട്ടും. അതുകൊണ്ടാണ് SP6 മാത്രമല്ല, എങ്ങനെ എല്ലാ പോയിന്റിനും നിങ്ങൾ ഇങ്ങനെ ചെയ്ത് പെയിൻ പോയിന്റ് കണ്ടുപിടിക്കണം. പക്ഷേ SP6 ഒട്ടുമിക്ക ആൾക്കാർക്കും 99% ആളുകൾക്കും പെയിൻഫുൾ ഏരിയ ആണ്. എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ലൈഫ് സ്റ്റൈലും ഫുഡ് സ്റ്റൈലും എല്ലാം തന്നെ തകിടം മറിഞ്ഞിരിക്കുന്നത് കൊണ്ട് നമ്മളുടെ എർത്ത് നമ്മൾ വീക്കാക്കിയിട്ടേ വെക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് അത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും, ബാക്കിയുള്ള പോയിന്റ്സ് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് SP6 പെട്ടെന്ന്. ഹലോ, അതായത് നമ്മൾ ഈ TCMൽ വന്നിട്ട് മോഡേൺ മെഡിസിൻകാര് പോയി 2 കൊല്ലം അവർ അവിടെ പോയി ഇരുന്ന് ഇത് മനസ്സിലാക്കി ട്രാൻസ്ലേറ്റ് ചെയ്ത് വരുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളാണ്. അല്ലാണ്ട് മറ്റേ ഇവരുടെ അപ്രോക്സിമേറ്റ് ലൊക്കേഷൻ ആണ് TCMൽ ട്രഡീഷണൽ ബുക്കുകളിലൊക്കെ വന്നിട്ട് ഇങ്ങനെ ക്ലീൻ ആയിട്ട് ചിത്രം വരഞ്ഞ് 3 ചൂൺ മെഷർമെന്റ് ചെയ്തിട്ടൊന്നുമല്ല. പഴയ കാലത്തെ ചിത്രങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? അവർ ജസ്റ്റ് റഫായിട്ടൊന്ന് വരഞ്ഞിട്ട് ബാക്കിയുള്ളതൊക്കെ വന്നിട്ട് അവരുടെ ട്രാൻസ്ലേഷനിലാണ്. പിന്നെ മറ്റേ നമ്മുടെ ഫിസിക്കായിട്ട് നമ്മളുടെ, അതായത് ശാരീരികമായിട്ട് ഓരോ രാജ്യങ്ങൾ അല്ലെങ്കിൽ ഒരു സ്ഥലത്തിരിക്കുന്ന ആളുകൾക്കും വേറൊരു ക്ലൈമറ്റിലിരിക്കുന്ന ആളുകൾക്കും തമ്മിൽ ചെറിയ ഏറ്റക്കുറച്ചിലുകൾ വരും. അതിനനുസരിച്ചിട്ട് ഈ പോയിന്റ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരും. അതിനാണ് പാൽപേറ്റ് ചെയ്യണം എന്നുള്ളത് TCMന്റെ ഫണ്ടമെന്റലാണ്. TCMന്റെ ഫണ്ടമെന്റലാണ് ലൊക്കേഷൻ ഇടുന്ന സമയത്ത് നിങ്ങൾ പാൽപേറ്റ് ചെയ്ത് എഴുതണം. ഇപ്പൊ ഈ സ്ക്രീനിൽ എഴുതിയതൊന്നും ഞാൻ എൻ്റെ കോൺട്രിബ്യൂഷൻ അല്ല എന്ന് പറഞ്ഞു അല്ലേ? അതിനകത്ത് നോക്കൂ, അതിനകത്ത് എഴുതിയിട്ടുണ്ടാവും ഇവിടെ. നോക്കാം, ഇതാ 1, 2, 3 4ാമത്തെ പോയിന്റ് നോക്കൂ. പാൽപിറ്റേഷൻ ഓഫ് ദ ഏരിയ കൺസേൺഡ് ഈസ് ഇമ്പോർട്ടന്റ്. നിങ്ങൾ ഇടാൻ പോകുന്ന ഏരിയയിൽ പാൽപിറ്റേഷൻ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഷാഹുൽ സാർ എന്തെങ്കിലും ചോദിച്ചോ? ഓക്കെ, അപ്പോൾ ഓക്കെ മറ്റേ അപ്പോൾ നിങ്ങൾ ഏത് പോയിന്റ് ചെയ്യണം മുമ്പും ഇന്ന് തൊട്ട് പ്രാക്ടീസ് ചെയ്യുക. എന്ത് ചെയ്യുക? നിങ്ങൾ ആ സ്ഥലത്തിനെ പാൽപേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു മസാജ് ചെയ്യുക. അപ്പോൾ മനസ്സുകൊണ്ട് പറയാ. അതിന് 2-4 ഗുണങ്ങളുണ്ട്. ഓക്കെ, എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പോയിന്റിനെ ഞാൻ ഒരു ട്രീറ്റ്മെന്റ് തരാൻ പോകുന്നു എന്നുള്ളത് ആ വ്യക്തിക്കും ഇന്റേണൽ ആയിട്ടുള്ള നമ്മളുടെ ബോധത്തിനും, ഓക്കെ, നമ്മുടെ പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിനും, അതായത് തന്മാത്രകൾ എന്ന് പറഞ്ഞാൽ എല്ലാം ഇൻക്ലൂഡഡ് ആയി എല്ലാ തന്മാത്രകൾക്കും ഒരു സ്വബോധമുണ്ട്. അതിന് എന്ത് ചെയ്യണം എന്നുള്ളത് അറിയാം. ഓക്കെ,
അത് ഏത് സ്ഥലത്താണോ ഉള്ളത് അതിനനുസരിച്ചിട്ടുള്ള ഡ്യൂട്ടി ചെയ്യേണ്ട ഒരു ബോധം പ്രകൃതിയിലുള്ള എല്ലാത്തിനും ഉണ്ട്. അതാണ് ഈ പ്രജ്ഞാനം ബ്രഹ്മ എന്ന് പറയുന്നത്. പ്രപഞ്ചത്തിലുള്ള എല്ലാ സാധനത്തിനും ഒരു സ്വബോധമുണ്ട്. അപ്പൊ അതേമാതിരി നമ്മൾ അതിനെ നീഡിൽ ചെയ്യാൻ പോകുന്ന സമയത്ത് പെട്ടെന്ന് നിങ്ങൾ ഒരാളത്ത് സീരിയസ് ആയി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും വായിച്ചുകൊണ്ടിരിക്കുന്നു, പെട്ടെന്ന് വന്നിട്ട് ഒരാൾ നിങ്ങളെ മുതുകത്ത് ഒരു തല്ലി കഴിഞ്ഞാൽ അത് എത്ര വലിയ ആൾക്കാരാണെങ്കിലും നിങ്ങൾക്ക് മനസ്സിനകത്ത് ആദ്യം അവരെ ഒന്ന് ആ ഒരു ഇറിറ്റേഷൻ ആയ ശേഷമാണ് പിന്നെ അവരെ കാണാൻ പറ്റുള്ളൂ, അല്ലേ? അതേ സമയത്ത് പതുക്കെ തലോടിയിട്ടാണ് അവർ അതേ പ്രഷർ തരുന്നതെങ്കിൽ നിങ്ങൾക്കത് മറ്റേ ദേഷ്യത്തിനേക്കാളും ഇറിറ്റേഷനേക്കാളും കൂടുതൽ നിങ്ങൾക്കൊരു എന്താ പറയുക ഒരു സ്നേഹമായിരിക്കും അവരടുത്ത് ഉണ്ടാവുക. അപ്പം അതേമാതിരി തന്നെ ആ ബോഡി അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിരിക്കും. ആ പോയിന്റ് ഓക്കെ എന്നെ ആരോ സപ്പോർട്ട് ചെയ്യാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളത് ആ പോയിന്റ് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഓക്കെ എന്ന് തൽക്കാലം മനസ്സിലാക്കിയാൽ മതി. ഇപ്പോൾ accurate location of the acupuncture point is very important for the success of treatment. അപ്പോൾ ട്രീറ്റ്മെൻറ്റിന് വെറുതെ കുറേ പോയിന്റ് ഇടുന്നതല്ല, ആ ശരീരത്തിന് ഏത് പോയിന്റ് ആണോ വേണ്ടത്, ഏത് പോയിന്റിൻ്റെ സപ്പോർട്ടാണോ വേണ്ടത്, ആ പോയിന്റിനെ നമ്മൾ നീഡിൽ ചെയ്ത് കൊടുക്കണം. സെവറൽ മെത്തേഡ് ഓഫ് ലൊക്കേറ്റിംഗ് അക്യുപഞ്ചർ പോയിന്റ്സ് ആർ യൂസ്. നമുക്ക് പോയിന്റ് ലൊക്കേഷൻ യൂസ് ചെയ്യാൻ വന്നിട്ട് ഒരുപാട് മെത്തേഡുണ്ട്. അത് ചിലപ്പോൾ ഒരു പോയിന്റിനെ കണ്ടുപിടിക്കാൻ ഇനിയൊരു പോയിന്റിന്റെ സഹായം വേണ്ടി വരും, അല്ലെങ്കിൽ ഏതെങ്കിലും ജംഗ്ഷൻസിൻ്റെയോ ഏതെങ്കിലും മറ്റേ ഫിസിയോളജിക്കലി നമ്മുടെ ശരീരത്തിൽ കാണുമ്പോൾ ചില ഭാഗങ്ങളിൽ നിന്നും ഇത്ര അടുത്താണെന്നുള്ളത് മനസ്സിലാക്കാൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതിനേക്കാളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ പോയിന്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് പാൽപിറ്റേഷൻ നിർബന്ധമായിട്ട് ചെയ്യണം. ആ പാൽപിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ബോഡി ആ പോയിന്റിനെ നിങ്ങൾ നീഡിൽ ചെയ്യുമ്പോൾ പാൽപേറ്റ് ചെയ്തിടുന്നതിനേക്കാളും കൂടുതൽ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, എസ്പെഷ്യലി ഇൻ ദ ഏരിയ ഓഫ് പെയിൻഫുൾ ഡിസോർഡർ ഓഫ് ദ ലോക്കോമോട്ടർ സിസ്റ്റം ബട്ട് ആൾസോ ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ്. അതായത് ഫിസിക്കലായിട്ട് ഒരു ഇഷ്യൂസായിട്ട് വരുന്ന ഒരു കൈവേദന, കാലുവേദന, തലവേദന എന്ന് പറഞ്ഞ് വരുമ്പോൾ ആ ഒരു ഇഷ്യൂസിന് വേണ്ടി മാത്രം പോയിന്റ്സിനെ ഐഡന്റിഫൈ ചെയ്തിട്ട് ഇങ്ങനെ പ്രസ് ചെയ്താൽ പോരാ. ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സിനാണെങ്കിലും ശരി, ഇന്റേണൽ ആയിട്ടുള്ള ഓർഗൻസിനാണെങ്കിലും ശരി, ആ പോയിന്റ്സിനെ നിങ്ങൾ എന്ത് ചെയ്യണം? പാൽപേറ്റ് ചെയ്യണം. പോയിന്റ്സ് ദാറ്റ് ആർ ടെൻഡർ ടു പ്രഷർ ആർ ഫൗണ്ട്. പ്രത്യേകിച്ച് ഏതൊക്കെ പോയിന്റിലാണ് നിങ്ങൾക്ക് ടെൻഡർനെസ് തോന്നുന്നത്, അല്ലെങ്കിൽ പ്രഷർ ചെയ്യുമ്പോൾ വേദനിക്കുമ്പോൾ പ്രഷർ ചെയ്യുന്ന സമയത്ത് ടെൻഡർനെസ് തോന്നുന്നത്, പെയിൻ തോന്നിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് തൊടുന്ന സമയത്ത് ടെൻഡർനെസ് തോന്നിയാൽ ആ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ ഉപയോഗിക്കണം അക്യുപഞ്ചറിൽ. ബോഡി ആ പോയിന്റ്സിലൊക്കെ ഒരു സപ്പോർട്ട് ചോദിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ദീസ് പോയിന്റ്സ് ആർ ആൾസോ നീഡിൽഡ് ഈവൻ ദോ they do not correspond to classic acupuncture point in their location. ഇപ്പോൾ നിങ്ങളിങ്ങനെ ജസ്റ്റ് പ്രസ് ചെയ്ത് പോകുന്ന സമയത്ത് നമ്മുടെ മെറീഡിയൻ പാത്വേയിലല്ല അവിടെ ഒരു അക്യുപഞ്ചർ പോയിന്റ് നിങ്ങൾക്കില്ല എന്നിരുന്നാൽ പോലും ആ ടെൻഡർ പോയിന്റിനെ ഉപയോഗിക്കാനാണ് പറയുന്നത്. പ്രത്യേകിച്ച് ന്യൂറോളജിക്കൽ ഡിസോർഡറോ ഇന്റേണൽ ഡിസോർഡറിലോ. എപ്പോഴാണ് ഇതിനെ അവോയ്ഡ് ചെയ്യാൻ പറയുന്നത്? ഒരാൾ ആദ്യമായിട്ട് വരുന്നു, എവിടെയെങ്കിലും ഒരു ആക്സിഡന്റ് പറ്റി വീണു, ഒരു സ്വെല്ലിങ്ങും പെയിനായിട്ട് വരുന്ന സമയത്ത് ഒരു കാരണവശാലും നിങ്ങൾ അതിൻ്റെ അടുത്ത് ചെയ്യരുത്. അപ്പോൾ ഡിസ്റ്റൽ പോയിന്റ്സ് ആണ് ഉപയോഗിക്കാൻ പറയുന്നത്. അതേമാതിരി കഴിയുന്നത് ഒരു ക്ലയൻറ്റ് വന്നു കഴിഞ്ഞാൽ ആദ്യം ഡിസ്റ്റൽ പോയിന്റ്സ് ഉപയോഗിക്കുക, അതിനുശേഷം മാത്രം നിയറസ്റ്റ് പോയിന്റ്സ് ഉപയോഗിക്കാൻ ശ്രമിക്കുക. അതായത് നമ്മൾ ഒരു റോഡിലൂടെ നടന്നു പോകുന്നു, പെട്ടെന്ന് അവിടെ എന്തോ ഒരു കൂട്ടം ഓഫ് ആൾക്കാർ, നമ്മൾ ഒരിക്കലും പെട്ടെന്ന് പോയിട്ട് മുന്നോട്ട് പോയി കയറി നിൽക്കാൻ ശ്രമിക്കരുത്. ദൂരെ നിന്ന് ഒബ്സർവ് ചെയ്യണം. അങ്ങനെ ഒബ്സർവ് ചെയ്തിട്ട് ഇഷ്യൂസ് ഇല്ല എന്ന് പറയുകയാണെങ്കിൽ മാത്രമേ അതിനടുത്ത് പോകാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ അവിടെ രണ്ടുപേരും തമ്മിൽ വഴക്കിടായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ആയിരിക്കാം. അറിയാതെ നമ്മൾ അവിടെ പോയി നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ പോലീസോ അല്ലെങ്കിൽ അവിടെയുള്ള ആൾക്കാരോ തന്നെ തല്ലുന്ന സമയത്ത് ഒന്നും അറിയാതെ നമുക്കായിരിക്കും അടിയുള്ളൂ. ഒട്ടുമിക്ക ഒരു പ്രോബ്ലങ്ങളിൽ, ഒരു യുദ്ധം ഉണ്ടായാലും ശരി, ഇങ്ങനെയുള്ള പോലീസിൻ്റെ അടികൾ ഉണ്ടാവണമെങ്കിൽ ശരി, ഒരു കൂട്ടമായിട്ടുള്ള ഒരു എന്താ പറയുക മാസീവായിട്ടുള്ള അറ്റാക്ക് ആയിട്ടും ശരി, ഒട്ടുമിക്കപ്പോഴും നിരപരാധികളാണ് അതിനകത്ത് പോയിട്ട് കുടുങ്ങുക. ഓക്കെ, കാരണം വേറെ ആരാണെങ്കിലും ശരി നിരപരാധികളാണ് കുറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒരു ആക്സിഡൻ്റായി, ഒരു വീഴ്ച സംഭവിച്ചു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രോബ്ലമായി വന്ന ഉടനെ തന്നെ അടുത്ത് പോയി ചെയ്യേണ്ടെന്നാണ് TCM പറയുന്നത്. എപ്പോഴും കുറച്ച് ഡിജിറ്റൽ പോയിന്റ്സ് ഉപയോഗിച്ച് കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കിയ ശേഷം മാത്രം അടുത്ത് പോവുക. നമ്മൾ അങ്ങനെ ചെയ്യാതെ പോകുന്ന സമയത്ത് അവർ വീണിട്ട് വന്നിട്ടുണ്ടാവാം. ചിലപ്പോൾ അവിടെ ചെറിയ തലമുടിയുടെ ക്രാക്കായിരിക്കും ഉണ്ടാവുക. നമ്മൾ അറിയാതെ അതിനകത്ത് എന്തെങ്കിലും ചെയ്തിട്ട് അത് കൂടുതലാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മുൻകരുതൽ എടുക്കുന്നത്. സോ ഇതൊക്കെ TCM പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, സോ TCM തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ വെറുതെ പോയിന്റ് ചെയ്യാൻ പാടില്ല.
നിങ്ങൾ പാൽപ്പേറ്റ് ചെയ്ത് നോക്കണം. അതേമാതിരി ഒരു ഡിസോർഡർ ആയിട്ടൊക്കെ വരുന്ന സമയത്ത് അവരുടെ കാലുകളിലോ കൈകളിലോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളിലോ ചുറ്റും ഒന്ന് ജസ്റ്റ് ഒന്ന് കൈകളൊക്കെ ഓടിച്ച് നോക്കിയിട്ട് എവിടെയെങ്കിലും ടെൻഡർനെസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, നീഡിൽ ചെയ്യണം. അത് നിങ്ങളുടെ മെറീഡിയനിൽ വരുന്നില്ലെങ്കിലും അതേമാതിരി തന്നെ ഏതെങ്കിലും അക്യുപഞ്ചർ പോയിന്റ് ആയിട്ട് നിങ്ങൾക്ക് അറിവില്ലെങ്കിൽ പോലും അത് ചെയ്യണം. ഓക്കെ, ഒരുപാട് എക്സ്പീരിയൻസ് എനിക്ക് പേഴ്സണലായിട്ട് ഉള്ളത് കൊണ്ടും കൂടെയാണ്. നമുക്ക് ലൈവ് ക്ലാസ് ഒക്കെ ആണെങ്കിൽ കുറേ എക്സാമ്പിൾസ് പറയാം. നമുക്ക് ഓൺലൈൻ ക്ലാസ്സിലാകുന്ന സമയത്ത് അത് പറയാനൊരു ബുദ്ധിമുട്ടുള്ള, അതുകൊണ്ടാണ്. എന്നാലും ഞാൻ എക്സാമ്പിൾ ഞാൻ പറയാം കേട്ടോ. നമ്മളുടെ ആക്ച്വലി ഞാൻ അക്യുപഞ്ചർ പഠിക്കാൻ വരുന്നത് വെച്ചാൽ ഞാൻ ഡെയിലി 100 കിലോമീറ്ററും 2 വീലർ ഓട്ടിക്കേണ്ട സിറ്റുവേഷൻസ് ഉണ്ട്. അല്ലെങ്കിൽ മിനിമം തന്നെ ഒരു 70 കിലോമീറ്ററൊക്കെ ആൾമോസ്റ്റ് ദിവസം ഓട്ടിക്കും. ഇന്നല്ല, 10-15 കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു 15 കൊല്ലത്തോളം എനിക്ക് റുട്ടീനായിട്ട് ഞാൻ കോയമ്പത്തൂരിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ദിവസം പോയിട്ട് വരും. ആദ്യം സ്കൂട്ടറിലായിരുന്നു, പിന്നെ സ്കൂട്ടർ ഓട്ടിക്കാൻ പറ്റാത്ത സിറ്റുവേഷനിൽ ബസ്സിലാണ് പോയിക്കൊണ്ടിരുന്നത്. അതിനുശേഷം അക്യുപഞ്ചറൊക്കെ മനസ്സിലാക്കിയ ശേഷം പിന്നെയും 2 വീലറാണ് റൈഡ് ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഒബ്സർവ് ചെയ്തൊരു പോയിന്റ് ഉണ്ട്. നമ്മുടെ ഇടുപ്പ് വേദനയ്ക്ക് വളരെയേറെ എഫക്റ്റീവ് കിട്ടുന്ന ഒരു പോയിന്റാണ് ഈ പോയിന്റ്. ഇത് LI4 എന്നുള്ള പോയിന്റ് അല്ല, ഈ 2 ബോണും കൂടി ചേരുന്ന സ്ഥലത്ത് വരുന്ന പോയിന്റാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾ പ്രസ് ചെയ്യുമ്പോൾ സിവിയറായിട്ട് പെയിൻ ഉണ്ടാവും. 2 വശം ചെയ്ത് നോക്കണം. ഓക്കെ, അന്ന് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള ഒരു പോയിന്റാണ്. പക്ഷേ ഇത് നമ്മുടെ മെറീഡിയനായിട്ടോ സുജോക്കായിട്ടോ ഒന്നും കറസ്പോണ്ടിങ് ആവുന്നേ ഇല്ല. ഈ അടുത്ത കാലത്താണ് ടുങ് അക്യുപഞ്ചർ മനസ്സിലാക്കിയപ്പോഴാണ് ഇത് ടുങ്ങിലെ പോയിന്റ് ആണെന്ന് മനസ്സിലായത്. പക്ഷേ എനിക്ക് ഇവിടെ തൊടുന്ന സമയത്ത് വേദന ഉണ്ടാവുമായിരുന്നു, ഭയങ്കര ടെൻഡർനെസ് ഉണ്ടാവുമായിരുന്നു. എനിക്ക് ആ വേദന കൂടുതലാകുന്ന സമയത്ത് ഞാൻ ഇവിടെ നീഡിൽ ചെയ്യും, മോക്സാ ചെയ്യും, വളരെയേറെ മാറ്റം വരാറുണ്ട്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറയുമായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് പോയിന്റ് ഒന്നും അറിയില്ലായിരുന്നു. ഓക്കെ, നമ്മൾ പിന്നീടാണ് ഈ ടുങ് അക്യുപഞ്ചറും മറ്റുമൊക്കെ പഠിക്കുന്ന സമയത്താണ് മനസ്സിലായത് ഇത് ലോവർ ബാക്കിനെ സപ്പോർട്ട് ചെയ്യുന്ന ടുങ്ങിൽ വരുന്ന വളരെ നല്ലൊരു പോയിന്റാണ്. ഓക്കെ, അതേമാതിരി തന്നെ സ്കാൽപ്പിൽ ചെയ്യുന്ന സമയത്ത് അതേമാതിരി നമുക്ക് ചില അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. ഇങ്ങനെയാണ് ഓരോ സിസ്റ്റവും ഓരോ ആൾക്കാർ കണ്ടുപിടിച്ചത്. സുജോക്ക് ആയിക്കോട്ടെ, സ്കാൽപ്പ് അക്യുപഞ്ചർ പോയിന്റ്സുകൾ, YNSA, ഫാങ്, ഇതൊക്കെ തന്നെ കണ്ടുപിടിച്ചത് നിരന്തരമായിട്ടുള്ള അവരുടെ ഇങ്ങനെയുള്ള എന്താ പറയുക റിസർച്ചിൻ്റെ കൊണ്ടാണ് ഉണ്ടാവുന്നത്. അതല്ലാണ്ട് നമ്മൾ വെറുതെ പുസ്തകത്തിൽ പഠിച്ചു അതിന് മാത്രം ശരിയാണ് വേറൊന്നും ഇല്ലെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മളുടെ ബുദ്ധിനെ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ സിങ്ക്രണൈസ് ചെയ്ത് ഒരു കിണറ്റിലെ തവള പോലെ ജീവിക്കുക. നമ്മൾക്ക് തന്നിട്ടുള്ള തോട്ട്സ് തിങ്ക് ചെയ്യാനാണ്, അത് റിസർച്ച് ചെയ്യാനാണ്. അങ്ങനെ തിങ്ക് ചെയ്ത ആളുകളാണ് ഓരോ പുതിയ ഇൻവെൻഷൻ ഉണ്ടായിട്ടുള്ളത്. അതല്ലാണ്ട് തിങ്ക് ചെയ്യാണ്ട് പറഞ്ഞത് മാത്രം പുസ്തക പുഴുവായി ഇരുന്നവർക്കൊന്നും ഒരിക്കലും ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ടാവില്ല. അത് വളരെ റെയറാണ്. ബാക്കിയുള്ള ആളുകൾ എല്ലാവരും തന്നെ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ബുദ്ധി ഉപയോഗിക്കുമ്പോഴാണ്. നിങ്ങൾക്ക് ഇപ്പോഴും നിങ്ങളുടെ ശരീരം വന്നിട്ട് വളരെ വലുതായിട്ട് നിങ്ങൾ ഓരോന്നും ഇങ്ങനെ അനലൈസ് ചെയ്യുന്ന സമയത്ത് ഈ SP6 എനിക്ക് വേറെ ആരെങ്കിലും ക്ലാസ്സിൽ പറഞ്ഞു തന്നില്ല. ക്ലാസ്സിലൊക്കെ പറഞ്ഞു തന്നത് 3 ചൂൺ എന്നാണ്. പക്ഷേ നമ്മൾ TCM പഠിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, ഇവിടെ പാൽപ്പേറ്റ് ചെയ്യാതെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞത് കൊണ്ട് പാൽപ്പേറ്റ് ചെയ്ത് നോക്കുകയും അങ്ങനെ ഒന്നിലേറെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ പറ്റിയതും കറക്റ്റ് ചെയ്യാൻ പറ്റിയതും എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളുടെ പഠിച്ച കാര്യങ്ങൾ മാത്രമല്ല ഇതിനകത്ത് എന്ത് പറഞ്ഞു എന്നുള്ളത് നമ്മളുടെ ബുദ്ധിശക്തിയിലും കൂടെ ഒന്ന് ആലോചിക്കണം. എല്ലാ കാര്യത്തിനും ഇത് അപ്ലിക്കബിൾ ചെയ്യണം. അല്ലാണ്ട് നമ്മൾ വന്നിട്ട് എന്താ പറയുക വണ്ടിക്കാളകൾ അറിയില്ലേ, മാർക്കറ്റിൽ നിന്ന് രാവിലെ വണ്ടി പുറപ്പെട്ട് കഴിഞ്ഞാൽ നിൽക്കുന്ന സ്ഥലത്ത് ആ കാളവണ്ടിക്കാരൻ ഉറങ്ങിയാൽ അവിടെ പോയി എത്തും. അത് റുട്ടീനായിട്ട് ഒരേ കാര്യമാണ് ചെയ്യുന്നത്. അതിന് ബുദ്ധിപരമായി ആലോചിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് കൂടുതൽ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ തുറന്ന മനസ്സോട് കൂടിയിട്ടും ഈ പറയുന്ന കാര്യങ്ങൾ ഇത്രയും കൊല്ലങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചത് എന്തായിരിക്കും, അത് ശരിയാണോ തെറ്റാണോ, ഇതിൽ ഏതെങ്കിലും തെറ്റാണെന്നെങ്കിൽ നിങ്ങൾക്ക് തള്ളിക്കളയാം, നല്ലത് മാത്രം നിങ്ങൾ എടുത്താൽ മതി. അങ്ങനെ മനസ്സിലാക്കിയപ്പോഴാണ് പല പോയിന്റ്സും നമ്മൾ ചെയ്യുന്നത് ലൊക്കേഷൻ പറഞ്ഞ് മാത്രം ചെയ്യുമ്പോൾ റിസൾട്ട് എന്തുകൊണ്ട് കിട്ടുന്നില്ല എന്നുള്ളതിനാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് പറഞ്ഞു, നമുക്ക് വീഡിയോ നമുക്ക് ആവശ്യമില്ല. ഓക്കെ ഓക്കെ, അപ്പോൾ അതേമാതിരി തന്നെ നിങ്ങൾ ആഷി പോയിന്റ് എന്ന് കേട്ടിട്ടുണ്ടാവും. ആഷി എന്ന് പറയുമ്പോൾ അയ്യോ പോയിന്റ് എവിടെയാണോ നിങ്ങളൊരു സ്ഥലത്ത് പ്രസ് ചെയ്യുമ്പോൾ അവിടെ ടെൻഡർ ഫീൽ ചെയ്യുന്നു അല്ലെങ്കിൽ പെയിൻ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആഷി പോയിന്റ്സ് എന്നാണ്. ഇത് വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ബാക്കി എല്ലാ പോയിന്റ് പഠിച്ചാലും ഈ ആഷി പോയിന്റ് വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. പല സമയത്തും നിങ്ങൾ മെറീഡിയൻ പോയിന്റ്സ് ഒന്നും നീഡിൽ ട്രീറ്റ്മെൻറ്റ് കിട്ടിയില്ലെങ്കിൽ പോലും ആഷിയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ബ്യൂട്ടിഫുള്ളായിട്ട് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ നിങ്ങൾ റിസൾട്ട് കിട്ടി പിന്നീട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ആഷി വേറെ ഏതെങ്കിലും ഒരു സിസ്റ്റത്തിൽ ഇന്ന പോയിന്റ് ആയിരുന്നു എന്നുള്ളത്.
അപ്പൊ അതിന് നമ്മൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് കേട്ടില്ല മാം. ഹലോ ടെൻഡർ എന്ന് പറഞ്ഞാൽ എന്താണെന്നാ? ഹലോ വേറെ ടെൻഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? ടെൻഡർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു പോയിന്റിൽ തൊടുന്ന സമയത്ത് അവിടെ ഒരു ഹാർഡ്നെസ് ഫീലും. നിങ്ങൾ സുജോക്ക് ഒക്കെ പഠിച്ചിട്ടുണ്ടോ? റിഫ്ലക്സോളജിയോ സുജോക്കോ അറിയാവോ? അതന്നെ പറഞ്ഞു. നിങ്ങൾ സുജോക്കോ റിഫ്ലക്സോളജിയോ പഠിച്ചിട്ടുണ്ടോ? ഹലോ, അപ്പൊ അതിന് നിങ്ങൾ എങ്ങനെ പോയിന്റ് ഓപ്റ്റ് ചെയ്യാ? റിഫ്ലക്സോളജിയിലും സുജോക്കിലും എങ്ങനെ? സുജോക്കിൽ നിങ്ങൾ എങ്ങനെ പോയിന്റ് ഓപ്റ്റ് ചെയ്യാ? പഠിച്ചിട്ടുണ്ട്. പെയിൻ നിങ്ങൾ തൊട്ട് നോക്കാറുണ്ടോ അവിടെ? പെയിൻ ഉണ്ടോ നോക്കിയിട്ട് അവിടെ അങ്ങനെ തൊടുന്ന സമയത്ത് റോഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ തൊടുന്ന സമയത്ത് ചില ഭാഗങ്ങളിൽ ഒരു ഹാർഡ്നെസ് ഫീൽ ചെയ്യും ഇല്ലേ? പക്ഷെ ക്ലയന്റിന് വേദന വന്നോണം നിർബന്ധമൊന്നുമില്ല. മനസ്സിലായി. അതാണ് ഈ ടെൻഡർ പോയിന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഐദർ വിത്ത് പെയിൻ ഓർ വിത്തൗട്ട് പെയിൻ. ഓക്കെ, ഇവിടെ ആഷി പോയിന്റ് ഉപയോഗിക്കുന്ന സമയത്ത് ടെൻഡർ വിത്ത് പെയിൻ ആണ് ഇവിടെ നമ്മൾ പൊതുവായിട്ട് ഉപയോഗിക്കുക. അപ്പൊ നമ്മൾ ഇനി മെറീഡിയൻസിനെ കുറിച്ചാണ്. മെറീഡിയൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പോകാം. അതോ ഇൻട്രഡക്ഷൻ മാത്രം പറഞ്ഞിട്ട് മെറീഡിയൻ അടുത്ത ക്ലാസ്സിൽ തുടങ്ങാം അല്ലേ? ഇപ്പൊ മെറീഡിയൻ നിങ്ങൾക്കറിയാം, ഞാൻ അതിനെക്കുറിച്ചും കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ശരീരത്തിനകത്ത് കൂടെ മെറീഡിയനിൽ യുവാൻചിയും എസൻസും വൈറ്റൽ ചിയും ബ്ലഡ് എല്ലാം തന്നെ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഓരോ ഓർഗനും സെപ്പറേറ്റ് പാത്ത് ഉണ്ട്. ഈ പാത്ത് ഇന്റേണലും ഉണ്ട്, എക്സ്റ്റേണലും ഉണ്ട്. നമ്മൾ ഡിപ്ലോമ ക്ലാസ്സുകളൊക്കെ പഠിക്കുന്ന സമയത്ത് എക്സ്റ്റേണൽ ആയിട്ടുള്ള പാത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ്റ്റേണൽ പാത്തിലാണ് അക്യുപഞ്ചർ പോയിന്റ്സ് ഉള്ളത്. ഇന്റേണൽ പാത്തിൽ അക്യുപഞ്ചർ പോയിന്റ്സ് ഇല്ല. നമുക്കത് ട്രീറ്റ്മെന്റിന് ഉപയോഗിക്കാൻ പറ്റില്ല. അതായത് ഒരു പുഴ നമ്മുടെ ഇപ്പൊ ഭൂമിയിൽ നമുക്ക് കാണുന്ന എല്ലാ പുഴകളുടെ അടിയിലും ഇന്റേണലി ഒരു പുഴ ഒഴുകുന്നതാണ് പറയുന്നത്, സയൻസ് പറയുന്നത്. കുറെ കാലത്തിന് ശേഷം ആ പുഴകൾ ഇല്ലാതായാൽ പോലും ഇന്റേണലി ഒഴുകുന്ന പുഴകളിൽ ഒരുപാട് കാലത്തേക്ക് പിന്നെയും സർക്കുലേഷൻ ഉണ്ടാവുന്ന പറയുന്നത്. ഓക്കെ, മനസ്സിലാവുണ്ടോ? അപ്പൊ അങ്ങനെ മെറീഡിയനില് നമുക്ക് എക്സ്റ്റേണൽ മെറീഡിയൻ ആണ് ട്രീറ്റ്മെന്റിന് ഉപയോഗിക്കുന്നത്. ആ പോയിന്റ്സ് എല്ലാം തന്നെ സ്കിന്നിനും മസിൽസിനും ഇടയിലാണ് ഉള്ളത്. കോലി എന്ന് പറയും. അവിടെ തന്നെയാണ് നമ്മുടെ വീച്ചി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, വീച്ചി സർക്കുലേറ്റ് ചെയ്യുന്നത്. ഇതില്ലാതെ ഇന്റേണൽ ആയിട്ടും കൂടെ ഈ മെറീഡിയൻസ് ഉണ്ട്. ഇന്റേണലി ആണ് ഈ മെറീഡിയൻസിനെ ഓർഗൻസിനെ കണക്ട് ചെയ്യുന്നതും അതിൻ്റെ പെയേർഡ് ഓർഗൻസിനെ കണക്ട് ചെയ്യുന്നതും മറ്റുള്ള ഓർഗൻസിനുമായിട്ട് കണക്ട് ചെയ്യുന്നതൊക്കെ തന്നെ ഇന്റേണലി ആണ്. ചിലത് മാത്രം എക്സ്റ്റേണലി ഉള്ള മെറീഡിയൻ ഒരു റോഡ് അല്ലെങ്കിൽ ഒരു മെറീഡിയൻ അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പൊ മെറീഡിയൻസിലൂടെ എന്തൊക്കെ സഞ്ചരിക്കുന്നുണ്ട്? വൈറ്റൽ ചി സഞ്ചരിക്കുന്നുണ്ട്, യുവാൻ ചി സഞ്ചരിക്കുന്നുണ്ട്, എസൻസ് സഞ്ചരിക്കുന്നുണ്ട്, ബ്ലഡ് സഞ്ചരിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ സഞ്ചരിക്കുന്നുണ്ട്. സോ ഈ സഞ്ചാരം സുഗമമായ രീതിയിലാണെങ്കിൽ ആ ഓർഗൻ നന്നായിരിക്കും, അല്ലെങ്കിൽ ആ ഓർഗൻ പോകുന്ന പാത്വേ നന്നായിരിക്കും. ഈ മെറീഡിയനിൽ ഉണ്ടാവുന്ന ചീ ഫ്ലോയ്ക്കോ അല്ലെങ്കിൽ ചീക്കോ വേരിയേഷൻസ് ഉണ്ടാകുന്ന സമയത്ത് ആ ഓർഗണിനോ അതല്ലെങ്കിൽ ആ ഓർഗൺ പോകുന്ന പാത്വേയിലേക്കോ ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെ ഒരു ഓർഗണിൽ ഒരു ഇഷ്യൂസ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ പ്രോപ്പറായിട്ട് ക്ലിയർ ചെയ്തില്ല എങ്കിൽ ഉറപ്പായിട്ടും അടുത്ത അസുഖത്തിന് അല്ല അടുത്ത ഓർഗണിനെയും അത് ബാധിക്കും. ഇപ്പോൾ ഒരു വീട്ടിലൊരു അമ്മയ്ക്ക് വയ്യായ ആയി എന്ന് വയ്ക്കുക, അവരെ മര്യാദയ്ക്ക് ചികിത്സിച്ചെങ്കിൽ പിന്നീട് അവർക്ക് ആഹാരം കുക്ക് ചെയ്ത് തരാൻ പറ്റില്ല, നമുക്ക് ബാക്കിയുള്ളവർക്കും കിട്ടത്തില്ല. അപ്പോൾ ബാക്കിയുള്ളവർക്കൊക്കെ അതിൻ്റെ ബുദ്ധിമുട്ട് വരുന്നത് പോലെ തന്നെ അതും അല്ലെങ്കിൽ ഒരു 2 വീലർ ഓടിക്കുന്നു അല്ലെങ്കിൽ 4 വീലർ ഓടിക്കുന്നു, ഒരു ചെറിയൊരു ഇഷ്യൂസ് ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ടുള്ള സമയത്ത് ബാക്കിയുള്ള ഭാഗങ്ങളിലേക്ക് ബാധിക്കുന്നതിന് മുമ്പ് ആ ഇഷ്യൂസിനെ സോർട്ട് ഔട്ട് ചെയ്തില്ല എങ്കിൽ അത് പതുക്കെ ആരെ ബാധിക്കും? അടുത്ത ഭാഗങ്ങളെ ബാധിക്കും. അത് എൻറ്റയർ എന്താ പറയുക, ശരീരത്തിനെയും ബാധിക്കും.
അതേപോലെ തന്നെ ഭൂമിയിലും തന്നെ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടാകുന്ന സമയത്ത് ആ ഇഷ്യൂസിനെ കറക്റ്റായിട്ടുള്ള സമയത്ത് നമ്മൾ അതിനെ അറസ്റ്റ് ചെയ്തില്ല എങ്കിൽ അത് ഉറപ്പായിട്ടും ബാക്കിയുള്ള ഭാഗങ്ങളിലേക്ക് അത് ബാധിക്കുകയും ആ രാജ്യം അല്ലെങ്കിൽ ആ ലോകം ആ മറ്റേ എൻ്റയർ വേൾഡിനെ തന്നെ അത് ബാധിക്കും. അതൊക്കെ തന്നെയാണ് പല രാജ്യങ്ങളിലും ഉണ്ടാവുന്ന ഇന്റേണൽ എന്താ പറയുക റയോട്ട്സ് അല്ലെങ്കിൽ ഈ കലാപങ്ങൾ എല്ലാത്തിൻ്റെയും പ്രധാന റീസൺ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഉണ്ടാവുന്ന നെഗറ്റീവ് ഇമ്പാക്ട്സിനെ അപ്പം തന്നെ അറസ്റ്റ് ചെയ്യാത്തത് കൊണ്ടായിരിക്കും അധികം. ഓക്കെ, അത് ഏത് സൈഡ് വേണമെങ്കിലും അതിനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ രാജ്യം നന്നായിരിക്കും, അല്ലെങ്കിൽ നാട് നന്നായിരിക്കും. ആ നാട് നന്നാകുന്നതിലൂടെ രാജ്യം നന്നായിരിക്കും. അതേമാതിരി തന്നെ നമ്മൾ പ്രകൃതിയിൽ എന്തൊക്കെ കാണുന്നുണ്ടോ, പ്രകൃതിയിൽ ടെററിസം കാണുന്നുണ്ടോ, അതേമാതിരി തന്നെ നമ്മുടെ ശരീരത്തിനകത്തും ടെററിസം ഉണ്ട്. വെളിയിൽ എങ്ങനെയാണോ റിബൽ ഉള്ളത്, ശരീരത്തിനകത്ത് റിബൽ ഉണ്ട്. വെളിയിൽ എങ്ങനെയാണോ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാവുന്നത്, സ്നേഹത്തോടെ ഇരിക്കുന്നത്, ഇതെല്ലാം ഉള്ളിലും കാണാം. നിങ്ങൾ പ്രകൃതിയിൽ കാണുന്നതെല്ലാം തന്നെ നിങ്ങളുടെ ഉള്ളിലും സംഭവിക്കും. പ്രകൃതിയിൽ ഒരു പുതിയൊരു വസ്തു കണ്ടുപിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനകത്ത് പതുക്കെ സാധനം വരും. ഇപ്പം പ്ലാസ്റ്റിക്കിൻ്റെ അംശം ഒരുപാട് പേരിൽ ബ്ലഡിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുന്ന മെഷർമെൻറ്റിനേക്കാളും വളരെ 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 കുറഞ്ഞ രീതിയിൽ പ്ലാസ്റ്റിക്കിൻ്റെ അംശങ്ങൾ ഇപ്പോൾ കണ്ടുപിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പ്രകൃതിയിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നോ അതെല്ലാം ഇൻഫ്ലുവൻസ് നിങ്ങളുടെ ശരീരത്തിനകത്തുണ്ടാവും. ഓക്കെ, അത് ഓരോ ഓർഗനെയും ടിഷ്യൂവിനെയും എല്ലാം ബാധിക്കും. നിങ്ങൾ കൂടുതൽ ഡെപ്തായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഈ ഒരു വേരിയേഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇൻ ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻ, മെറിഡിയൻസ് ആർ ചാനൽസ് ഓർ പാത്വേസ് ത്രൂ വിച്ച് വൈറ്റൽ എനർജി നോൺ ആസ് ചി ഫ്ലോസ് ത്രൂ ഔട്ട് ദ ബോഡി. ശരീരം മുഴുവനും ചി സഞ്ചരിക്കുന്നത് അല്ലെങ്കിൽ വൈറ്റൽ എനർജി സഞ്ചരിക്കുന്നത്, യുവാൻ ചി സഞ്ചരിക്കുന്നത്, ഇത് ഓരോ ഓർഗണിനും സെപ്പറേറ്റ് ആയിട്ടുണ്ട്. അതാത് ഓർഗണിന് വേണ്ട വൈറ്റൽ എനർജിയും യുവാൻ ചിയും ഇതെല്ലാം തന്നെ സഞ്ചരിക്കുന്നത് ആ മെറീഡിയനിലൂടെയാണ്. അത് ശരീരം മുഴുവനും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. These channels are believed to connect internal organs to the surface of the body and extremities. അതായത് നമ്മളൊരു ഇന്റേണൽ ഓർഗൻ ഉണ്ട്, ആ ഓർഗനുള്ളിൽ തന്നെ ഇരുന്നാൽ പോരാ, അതിനെന്ത് സംഭവിക്കണം, അത് നമ്മുടെ ശരീരത്തിന്റെ ഔട്ടർ ലെയറുമായിട്ട് കണക്ട് ചെയ്യണം. ഓക്കെ, എക്സ്ട്രിമിറ്റീസുമായിട്ട് കണക്ട് ചെയ്യണം. സോ ഇന്റേണൽ ഓർഗൻസ് നമ്മുടെ പ്രകൃതിയുമായിട്ട് കണക്ട് ചെയ്യണം. അങ്ങനെ പ്രകൃതിയായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ സർഫേസിലേക്ക് വരണം. അങ്ങനെ നമ്മൾ പറയാറുണ്ടല്ലോ, എത്ര തന്നെ മറ്റേ എന്താ പറയുക, തമിഴിലൊരു ചൊല്ലുണ്ട്, എന്നതാ ആട്ടം പോട്ടാലും എന്നതാ മേടയിൽ ആട്ടം പോട്ടാലും പ്രൈസ് വാങ്ങരുത് കീഴെ താൻ വരണമെന്ന് പറയും. അതായത് ഒരു മറ്റേ വലിയ ഗോതയിൽ ഗുസ്തി മത്സരമൊക്കെ നടന്ന അവിടെ അവൻ എന്ത് തന്നെ കാണിച്ചു കഴിഞ്ഞാലും അന്ന് കാലത്തൊക്കെ അതിൻ്റെ മറ്റേ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ താഴെ ഇറങ്ങി വന്നിട്ടാണ് കൊടുക്കുക. ഓക്കെ, സോ എന്ത് തന്നെ മുകളിൽ കാണിച്ചു കഴിഞ്ഞാലും സമ്മാനം വാങ്ങാൻ താഴെ ഇറങ്ങി വരണം എന്ന് പറയുന്നത് പോലെ എത്ര തന്നെ നിങ്ങൾ ഇന്റേണൽ ഓർഗനിൽ ഇരുന്ന് കഴിഞ്ഞാൽ പോലും നിങ്ങൾ എക്സ്ട്രിമിറ്റീസുമായിട്ട് കണക്ട് ആവണം, എങ്കിലേ നിങ്ങൾക്ക് അവിടെ ഫങ്ഷൻ പ്രോപ്പർ ആവുള്ളൂ. അതുകൊണ്ടാണ് ശരീരത്തിലെ ട്രാൻസ്പോർട്ടിങ് പോയിന്റ്സ് എല്ലാം തന്നെ കൈമുട്ടുകൾക്കും കാലുമുട്ടുകൾക്കും താഴെ എന്തിനാണ് തന്നിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചികിത്സിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണെന്ന് നമ്മൾ പലരും പറയാറുണ്ട്. അത് ചികിത്സിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല, മറിച്ച് പ്രകൃതിയുമായിട്ട് കണക്ട് ചെയ്തിട്ട്. കാരണം പ്രകൃതിയിലുള്ള പഞ്ചഭൂതങ്ങളും നമ്മുടെ ശരീരത്തിനകത്ത് പഞ്ചഭൂതങ്ങളും തമ്മിൽ കണക്റ്റഡ് ആയിട്ടുള്ളത് കൊണ്ട് പ്രകൃതിയിലുണ്ടാവുന്ന എല്ലാ പഞ്ചഭൂതങ്ങളുടെ വ്യതിയാനങ്ങളും നമ്മുടെ ശരീരത്തിനകത്ത് അറിയണം എന്നുള്ളത് കൊണ്ടും ഇന്ന് കാലത്താണ് നമ്മൾ ഇങ്ങനെയുള്ള ഡ്രസ്സിങ്ങും പാറ്റേണും ഒക്കെ വന്നത്, ഇല്ലേ, ഫുള്ളായിട്ട് മൂടിയിട്ട്. പണ്ട് കാലത്ത് അങ്ങനെ അല്ലായിരുന്നു. കേരളത്തിൽ പോലും 15 കൊല്ലമോ 20 കൊല്ലം മുമ്പൊക്കെ ഇങ്ങനെയുള്ളൊരു ഡ്രസ് പാറ്റേണിങ് ഉണ്ടായിരുന്നില്ല. ജീൻസും മറ്റൊക്കെ ഇട്ടിട്ട് ഒന്നും കാണാത്ത രീതിയിൽ. മറിച്ച് നമ്മളുടെ കൈമുട്ടുകളും കാൽമുട്ടുകളൊക്കെ പ്രകൃതിയുമായിട്ട് എപ്പോഴും അടുത്തിടവഴിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. സ്ത്രീകളാണെങ്കിൽ പോലും അവരുടെ ഒട്ടുമിക്ക പ്രവൃത്തികളും വന്നിട്ട് വീട്ടിന് പുറത്തായിരിക്കും. ചെടികൾക്ക് വെള്ളം നനയ്ക്കുക, ആട്ടുകലാട്ടുക, തുണി തിരുമ്പുക തുടങ്ങി ഏത് രീതിയിലാകുന്ന സമയത്തും അവരുടെ പഞ്ചഭൂതങ്ങളുടെ ഏരിയ എപ്പോഴും വന്നിട്ട് നമ്മുടെ പ്രകൃതിയുമായിട്ട് കണക്ഷനിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് പ്രകൃതിയിൽ ഉണ്ടാകുന്ന ക്ലൈമറ്റിക്കൽ ചേഞ്ചും വേരിയേഷൻസ് എല്ലാം തന്നെ ഈ പോയിന്റ്സ് എല്ലാം തന്നെ ഒരു പോയിന്റ് മാത്രമായിട്ടല്ല, അതൊരു ആൻറ്റിന പോലെ വർക്ക് ചെയ്യുന്ന സാധനങ്ങളായതുകൊണ്ട് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ശരീരത്തിനകത്ത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ശരീരത്തിൽ മാറ്റങ്ങൾ സംഭവിക്കും. ഇന്ന് നമ്മൾ അങ്ങനെ ആ പോയിന്റ്സിനെ എല്ലാം വന്നിട്ട് പ്രകൃതിയുമായി രമിക്കാതെ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്ന ജീൻസ് പോലെയുള്ള മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് പ്രകൃതിയായിട്ടുള്ള കോണ്ടാക്ട് കുറയുന്ന സമയത്ത് ഒരു ചെറിയ എന്താ പറയുക, ഒരു മഴ പെയ്താൽ, ഒരു ചെറിയ ക്ലൈമറ്റിക്കൽ ചേഞ്ച് വന്നു കഴിഞ്ഞാലൊന്നും നമുക്കിതിനെ പൊരുത്തപ്പെടാൻ പറ്റാത്തത് ഇങ്ങനെയുള്ള ഒരു ഇഷ്യൂസ് ഉള്ളതും കൂടി ആണ് കാരണം. ഓക്കെ, ദീസ് ചാനൽസ് ആർ ബിലീവ്ഡ് ടു കണക്ട് ഇന്റേണൽ ഓർഗൻസും നമ്മുടെ സർഫേസ് ഓഫ് ദ ബോഡിയും എല്ലാമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്നു.
ഫെസിലിറ്റേറ്റിംഗ് ദ മൂവ്മെന്റ് ഓഫ് chi ആൻഡ് അതർ സബ്സ്റ്റൻസ് ലൈക്ക് ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ്. അതായത് chi മൂവ്മെന്റ്സും ബ്ലഡ് ബോഡി എല്ലാമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മെറീഡിയൻസ് ഉപയോഗിക്കുന്നത്. ബ്ലോക്കേജ് ഇൻ ദിസ് ഞാൻ പറഞ്ഞത് തന്നെയാണ്, മെറീഡിയൻസ് ഉണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടുകളായിട്ട് വരും. ഒറ്റ മിനിറ്റ്. ഞാൻ ഓഡിയബിൾ ആണെന്ന് വിചാരിക്കുന്നു. സോ ഈ മെറീഡിയനിൽ ഉണ്ടാവുന്ന ഏതൊരു തടസ്സവും അല്ലെങ്കിൽ മൂവ്മെന്റ് റെസ്ട്രിക്ഷൻസും ഒന്നില്ലെങ്കിൽ ആ മെറീഡിയൻ പോകുന്ന പാത്വേയോ അല്ലെങ്കിൽ ഇന്റേണൽ ഓർഗണായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അത് ഏതെങ്കിലും ഒരു ബുദ്ധിമുട്ടിലേക്ക് നമ്മളെ കൊണ്ടുവന്നിരിക്കും. നമ്മൾ സാധാരണ 12 മെറീഡിയനാണ് പഠിക്കുന്നത്. അത് നിങ്ങൾക്ക് അറിയാം. ലങ്, സ്പ്ലീന്, ഹാർട്ട്, മെറീഡിയനൊക്കെയാണ് നമുക്ക് പറയാം. ഇതിലെ പോയിന്റ്സ് ഉണ്ടെന്ന് പറയാം. പൊതുവെ 12 മെറീഡിയനിൽ 309 പോയിന്റ്സ് ഉണ്ട്. പിന്നെ റൺ മെറീഡിയനും ഒരു ഡ്യൂ മെറീഡിയൻ ഉണ്ട്. അത് രണ്ടും കൂടി ചേർന്നിട്ട് മൊത്തം 361 അക്യുപഞ്ചർ പോയിന്റ് അല്ല മെറീഡിയൻ മറ്റേ നമ്മുടെ TCMലുള്ളത്. നമ്പേർഡ് പോയിന്റ്സ് ആണ്. അതായത് വെസ്റ്റേൺ ആളുകൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ അണ്ടറിൽ പോയിട്ട് അന്നൊന്നും നമ്പറിംഗ് സിസ്റ്റം ഉണ്ടായിരുന്നില്ല. ഈ നമ്പറിംഗ് സിസ്റ്റത്തിൽ 361 പോയിന്റാണ് അവർ നമ്പർ ചെയ്തത്. അത് കൂടാതെ അൺനമ്പേർഡ് ആയിട്ടുള്ള 48ഓളം പോയിന്റാണ് ഇപ്പോൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് അത് കൂടാതെ TCM പാറ്റേണിൽ തമിഴ്നാട് മറ്റേ ചൈനയിലും മറ്റൊക്കെ പോയി കഴിഞ്ഞാൽ കുറേയേറെ വകഭേദങ്ങളുണ്ട്. അതിനകത്ത് ഏറ്റവും കൂടുതൽ ഇപ്പം മറ്റേ എന്താ പറയുക മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ടുങ് അക്യുപഞ്ചർ. അങ്ങനെ ഒരുപാട് സിസ്റ്റത്തിൽ അവിടെ ഉണ്ട്. അവിടെയൊക്കെ പോകുന്ന സമയത്ത് അതിനെല്ലാം സെപ്പറേറ്റ് ആയിട്ട് പോയിന്റാണ്. അല്ലാണ്ട് അക്യുപഞ്ചറിൽ 361 പോയിന്റ് അല്ല. അത് കൂടാതെ ആഷി എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ശരീരത്തിനകത്ത് എവിടെയൊക്കെ നിങ്ങൾക്ക് ടെൻഡർനെസ് വരുന്നുണ്ടോ അതെവിടെയൊക്കെ വരാം. മറ്റേ നീഡിൽ കുത്താൻ പറ്റാത്ത സ്ഥലങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ കണ്ണാണ്, ഐറിസ്, പിന്നെ നമ്മുടെ പല്ലുകളാണ്, പിന്നെ നഖങ്ങളാണ്. ബാക്കിയുള്ള എല്ലാവരുടെയും നമുക്ക് നീഡിൽ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ശരീരം മുഴുവനും തന്നെ അക്യുപഞ്ചർ പോയിന്റുകളുടെ സമുച്ചയമാണ്. ഓക്കെ, പക്ഷെ ജനറലി നമ്പേർഡ് പോയിന്റ് 361 ഒരു എക്സ്ട്രാ പോയിന്റ്സ് എന്ന് പറഞ്ഞിട്ട് കുറച്ചെണ്ണം ഉണ്ട്. അതിന് നമ്പേർഡ് അല്ല. അതിൽ ചിലത് വളരെ കുറച്ച് മെറീഡിയനിൽ വരും, ചിലത് മെറീഡിയൻ ഇല്ലാത്ത ഭാഗങ്ങളിൽ വരും. ഇത്രയാണ് നമ്മുടെ റെഗുലർ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ളത്. ഇത് കൂടാതെ നമ്മൾ പറഞ്ഞു എക്സ്ട്രാ ഓർഡിനറി വെസൽസ് ഉണ്ടെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഇതൊക്കെ നമുക്ക് വന്നിട്ട് മെറീഡിയൻ പോകുമ്പോൾ ഓരോന്നോരോയിട്ട് നമുക്ക് പഠിക്കാമെന്ന് വിചാരിക്കുന്നു. ഇതെല്ലാം ഞാൻ പറഞ്ഞതാണ്. ഓക്കെ, എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. നമുക്കിപ്പം 9 മണി ആയിട്ടുണ്ട്. അപ്പം നമുക്കിനി ഈ 12 മെറീഡിയന് ശേഷമുള്ള നമുക്ക് തുടങ്ങാം, അല്ലെങ്കിൽ നേരെ ലങ്ങിലേക്ക് പോകാം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് ചോദിച്ചോളൂ. സ്പീഡ് കൂടുതലാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ജമീല മാം ഒന്ന് ഒച്ചത്തിൽ പറയാവോ? മൈക്കിന്റെ അടുത്ത് നിന്ന് സംസാരിക്കാവോ? ആരെങ്കിലും കേട്ടവരാരെങ്കിലും ഒന്ന് പറയാവോ? എനിക്ക് കേൾക്കുന്നില്ല കേട്ടോ. എന്റെ പ്രോബ്ലം ആണോ എന്ന് എനിക്ക് അറിയില്ല. ഹലോ.